ഇപ്പൊ നമ്മളെ ആക്രമിക്കാൻ ഒരാൾ വരാണെങ്കിൽ ഓടി രക്ഷപ്പെടാം. എങ്ങനെ അതുകൊണ്ട് നമുക്ക് എങ്ങനെ അത് അവരെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഇപ്പൊ ഒരു ആന മതം പൊട്ടി വരാൻ നമ്മുടെ നേർക്ക് വരാണ്, ചിലവര് കണ്ടിട്ടുണ്ട് ചൂണ്ടുവിരലിൽ നിർത്തണ കണ്ടിട്ടുണ്ട് ഈ ആ ആനകളെയൊക്കെ. ആ അല്ലെങ്കിൽ ഈ പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ ഉറക്കി കിടത്തണ കാണാം. ഉം. അതൊക്കെ എങ്ങനെയാണ്? താങ്കൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അല്ലേ? അതെ. പക്ഷേ താങ്കൾ ഇത് തന്നെ ചൂസ് ചെയ്യും എന്ന് നേരത്തെ എനിക്കറിയാൻ ഒരു മാർഗവുമില്ലാതിരുന്നു. മാത്രമല്ല, താങ്കളോട് ഞാൻ ആ പ്രഡിക്ഷൻ വെച്ചതിന് ശേഷവും ചോദിച്ചു മാറ്റുന്നുണ്ടോ, ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം മാറ്റിയാലും പെട്ടു ഇല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സപ്പോസ് താങ്കൾ ഈ സെറ്റായിരുന്നു എടുത്തിരുന്നത് എങ്കിൽ എന്തു പറ്റുമായിരുന്നു? അപ്പോൾ ഇനി ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് വരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കലാരൂപം പഠിക്കണം എന്ന് ഉണ്ട് എങ്കിൽ 4 വെബിനാറുകളിലായിട്ട് ഇതുപോലെ നമ്മളിപ്പോൾ ഇരിക്കുന്നത് പോലെയുള്ള 4 വെബിനാറുകളിലായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. 1.5 മണിക്കൂറുള്ള 4 സെഷൻസ്. അതിൻ്റെ റെക്കോർഡിങ്സും അവൈലബിൾ ആയിട്ട്, റെക്കോർഡിംഗ് അടക്കം നിങ്ങൾക്കതിൽ പങ്കെടുക്കാം. ജന്മം നൽകി അനുഗ്രഹിച്ച മാതാപിതാക്കളെയും അറിവിൻ്റെ പാതയിലേക്ക് വിരൽ ചൂണ്ടിത്തന്ന ഗുരുനാഥന്മാരെയും അറിവ് നൽകി അനുഗ്രഹിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തെയും, അതോടൊപ്പം ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഗുരുതുല്യരായ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളോടുകൂടി, അനുഗ്രഹങ്ങളോടുകൂടി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ വിഷയമെന്ന് പറയുന്നത് മെൻ്റലിസമാണ് അല്ലേ? ഞാൻ ഈ വിഷയത്തെ മെൻ്റൽ മാജിക്സ് എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് മെൻ്റലിസം ട്രെയിനിങ് കൊടുക്കുന്നത് 2016 17 ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഡയറക്റ്റ് ട്രെയിനിങ്. അന്ന് ഞാനതിന് മെൻ്റൽ മാജിക്സ് എന്നായിരുന്നു പേരിട്ടത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കേരളത്തിൽ മറ്റുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല, ഈ ഒരു വിഷയത്തിന് ഏറ്റവും ആദ്യമായിട്ട് പരിശീലനങ്ങൾ തുടങ്ങിയതും ഞാൻ തന്നെയായിരിക്കുമെന്ന് തോന്നുന്നു. അതായത് പ്രേതം സിനിമ വന്നിരിക്കുന്ന സമയത്താണ് മെജോറിറ്റിയും മെൻ്റലിസം എന്നുള്ള ഒരു വിഷയത്തെപ്പറ്റി കേട്ടത്. പിന്നീട് അതിനെ തുടർന്ന് ചില റിയാലിറ്റി ഷോകൾ തുടങ്ങിയ കാര്യങ്ങളിലൂടെ കൂടുതൽ പരിചയം വന്നു. പക്ഷെ അവിടെയെല്ലാം അസാധാരണമായിട്ടുള്ള അത്ഭുതവും അതുപോലെ തന്നെ അമാനുഷികമായിട്ടുള്ള ഒരുപക്ഷെ അതീന്ദ്രിയമായിട്ടുള്ള ശക്തികളുടെ സഹായത്തോടു കൂടി ചെയ്യുന്ന ചില മായാജാലങ്ങളാണ്, അല്ലെങ്കിൽ ആ വിധത്തിലുള്ള എന്തൊക്കെയോ ആണ് മെൻ്റലിസം എന്നായിരുന്നു ഭൂരിഭാഗം പേരും വിചാരിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെൻ്റലിസ്റ്റുകൾ എന്നറിയപ്പെട്ടിരുന്ന കലാകാരന്മാരെ അമാനുഷികരായിട്ടുള്ള ആളുകളായിട്ടാണ് അന്ന് കണ്ടിരുന്നത്. മെൻ്റലിസ്റ്റുകൾ മാത്രമല്ല, ഒരു സമയത്ത് മജീഷ്യന്മാരെ പോലും അമാനുഷികരായിട്ടുള്ള വ്യക്തികളായിട്ട് തന്നെയാണ് സമൂഹം കണ്ടിരുന്നത്. അവർ ഒരു സമയത്ത് മാന്ത്രികരെന്ന് തന്നെയായിരുന്നു സംബോധന ചെയ്തിരുന്നത്, കേവലം കലാകാരന്മാർ എന്നുള്ളതിന് അപ്പുറം. അപ്പോൾ ഈ പ്രേതം സിനിമ വന്നതിന് ശേഷം, അതുപോലെ റിയാലിറ്റി ഷോകളിലെ അത്ഭുതങ്ങൾ കണ്ടു തുടങ്ങിയതോടുകൂടിയും ആളുകൾക്ക് ഇതിനോടുള്ള താല്പര്യം വർദ്ധിച്ചു. മാത്രമല്ല, ഇതെല്ലാം പഠിക്കണമെന്ന ആഗ്രഹം ഒരുപാട് പേരിലേക്ക് വന്നു. കാരണം പലപ്പോഴും പലരും വിചാരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ റിയാലിറ്റി ഷോകളിൽ കണ്ടിരിക്കുന്നത്, പ്രേതം സിനിമയിൽ കണ്ടിരിക്കുന്നത് അടുത്ത് നിൽക്കുന്ന ആളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ സാധിക്കും, ചിന്തകളെ മനസ്സിലാക്കാൻ സാധിക്കും, അയാളുടെ മനസ്സിൽ എന്താണ് അയാൾ വിചാരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അസാധാരണമായിട്ടുള്ള കഴിവുകൾ കിട്ടുമെങ്കിൽ എന്തുകൊണ്ടത് പഠിച്ചുകൂടാ, അല്ലെങ്കിൽ ഏത് വിധേനയും അത് പഠിക്കണം എന്നുള്ള വിധത്തിൽ ഒരുപാട് വ്യക്തികൾ മുന്നോട്ട് വരാൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം, നിഗൂഢമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളോട് താല്പര്യമുണ്ടാകുമ്പോൾ അതിനെ ചൂഷണം ചെയ്യുന്നതിനും ഒരുപാട് പേരും, ചൂഷണം ചെയ്യുന്നതിനും ആ വിധത്തിലുള്ള വ്യക്തികളെ വ്യത്യസ്തങ്ങളായ വിധത്തിൽ മുതലെടുക്കുന്നതിനുമൊക്കെ മറ്റൊരു വിഭാഗം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ളതും നമുക്കറിയാം. ഈ ഒരു മേഖലയിലും അത് സംഭവിക്കുക തന്നെ ചെയ്തു. വ്യക്തികളെ പല വിധത്തിലും വളരെ ഭീമമായിട്ടുള്ള തുകകൾ വാങ്ങിക്കൊണ്ടും അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ കൊടുത്തുകൊണ്ടും എല്ലാം വ്യക്തികളെ അതിലേക്ക് ആകർഷിക്കാൻ തുടങ്ങി. ഒരുപാട് പേര് ആ വിധത്തിലുള്ള ധാരാളം ചതിക്കുഴികളിൽ അന്ന് പോയി പെടുകയുമുണ്ടായി. ആ സമയത്താണ് ഒരു അവയർനെസ് എന്നുള്ള വിധത്തിൽ ധാരാളം വീഡിയോകൾ ഞാനന്ന് യൂട്യൂബിൽ ചെയ്യുകയുണ്ടായി, സോഷ്യൽ മീഡിയാസിൽ ധാരാളം ലേഖനങ്ങൾ എഴുതുകയുണ്ടായി. പക്ഷെ അവിടെയെല്ലാം പലപ്പോഴും വ്യക്തികൾ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ്, ഇതിൽ കാണിച്ചിരിക്കുന്നത് ഇതെങ്ങനെയാണ്, അതൊന്നും ഇങ്ങനെ നടക്കത്തില്ലല്ലോ എന്ന് പറയും. പക്ഷേ അതിൻ്റെ രഹസ്യങ്ങളെ തുറന്നു പറയുക എന്ന് പറഞ്ഞാൽ ആ കലയുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലായി പോകും. അതാണ് ഈ മെൻ്റലിസം അല്ലെങ്കിൽ മാജിക് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുടെ ഒരു കാര്യം. അതിനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ ചില രഹസ്യങ്ങളാണ്, രഹസ്യ സ്വഭാവമുള്ള
ചില വിവരങ്ങളാണ് അതിനെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്തരം രഹസ്യങ്ങൾ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ റിവീൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കലാകാരന്മാർക്ക് നിലനിൽപ്പില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ പറയാവുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധികളുണ്ട്. എന്നാൽ ആളുകൾ എപ്പോഴും നിഗൂഢതകളെ വിശ്വസിക്കാനായിരുന്നു കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്തു തന്നെ ആയാലും അങ്ങനെയുള്ള ആവശ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഞാൻ മെൻ്റലിസം ട്രെയിനിങ് ആയിട്ട് തന്നെ ചെയ്യാം എന്ന് കരുതിയത്. അന്ന് അതിന് കൊടുത്തിരിക്കുന്ന പേര് മെൻ്റൽ മാജിക്സ് എന്നായിരുന്നു. എന്തുകൊണ്ട് മെൻ്റലിസം എന്നുള്ള വാക്ക് പരിശീലനത്തിൽ അന്ന് ഉപയോഗിച്ചില്ല എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. മെൻ്റലിസം എന്ന് പറയുമ്പോൾ അതിൻ്റെ അന്നത്തെ വക്താക്കൾ എന്ന് പറഞ്ഞാൽ അന്ന് വളരെ കുറച്ച് പേരിൽ വിരലെണ്ണാവുന്ന 2-3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഒരുപാട് പേരായി, കൂണുകൾ പൊട്ടിമുളയ്ക്കുന്ന മാതിരി ആയി. പലരുടെയും പേരിൻ്റെ മുന്നിൽ മെൻ്റലിസ്റ്റ് എന്നൊക്കെ വെച്ച് കാണുമ്പോൾ തമാശയോടുകൂടി ഇങ്ങനെ ഓർച്ചിരിക്കാറുണ്ട്. അതിന് കാരണമുണ്ട്, അത് നമുക്ക് പോകുന്ന വഴിക്ക് മനസ്സിലാവും എന്തായാലും. അപ്പോൾ മെൻ്റലിസം എന്ന് പറയുമ്പോൾ അവർ അവകാശപ്പെട്ടിരുന്ന അല്ലെങ്കിൽ വ്യക്തികൾ ധരിച്ചിരുന്ന ആഗ്രഹിച്ചിരുന്ന ചില സംഗതികളുണ്ട്. അതിൽ ഒന്നാണ് മറ്റുള്ളവരുടെ മനസ്സിനെ വായിക്കുക എന്നുള്ളത്. അതുപോലെ മറ്റുള്ളവരുടെ മനസ്സിൽ അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ മുൻകൂറായി തന്നെ, അതായത് അവർ ചിന്തിക്കുന്നതിനും മുൻപായിട്ട് തന്നെ അതിനെ തിരിച്ചറിയുക, എഴുതി വയ്ക്കുക എന്നുള്ളത്. അതുപോലെ അസാധാരണമായിട്ടുള്ള മാനസിക സവിശേഷതകൾ വ്യക്തികളിൽ വളർത്തിയെടുക്കുക, ഉണർത്തിയെടുക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മേശപ്പുറത്തിരിക്കുന്ന ഒരു വസ്തുവിനെ തൊടാതെ തന്നെ ചലിപ്പിക്കുക, അതിനെ പൊട്ടിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം അസാധാരണമായിട്ടുള്ള മാനസിക സവിശേഷതകളുടെ അല്ലെങ്കിൽ മാനസിക സിദ്ധികളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ധാരണ അങ്ങനെ തന്നെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഞാനതിനെ മെൻ്റൽ മാജിക്സ് എന്നുള്ള ഒരു പേര് കൊടുക്കാൻ കാരണം. ഇനി എന്താണ് മെൻ്റലിസം എന്നുള്ളതിലേക്ക് വരാം. ഞാൻ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് തരാം. നമുക്കൊരു കുഞ്ഞ് ഡിസ്കഷനായിട്ട് മുന്നോട്ട് പോകാം. പിന്നെ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിസിപ്ലിൻ നിങ്ങൾ പാലിച്ചിട്ടുണ്ടാകണം. അനാവശ്യമായിട്ടുള്ള ബഹളങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ബാക്ക്ഗ്രൗണ്ടിൽ മറ്റ് ശബ്ദങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നിയാൽ മൈക്ക് മ്യൂട്ട് ചെയ്ത് തന്നെ നിർബന്ധമായിട്ടും വയ്ക്കുക. അനാവശ്യമായിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ മുന്നറിയിപ്പില്ലാതെ ഞാൻ റിമൂവ് ചെയ്യും. വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അത് ആരോടുമുള്ള ദേഷ്യമോ വെല്ലുവിളിയോ അങ്ങനെയൊന്നുമല്ല, മറ്റ് മാർഗമില്ലാത്തതുകൊണ്ടാണ്. ഞാനിപ്പോൾ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മെൻ്റലിസം ക്ലാസ്സിൽ ഇതിനു മുൻപ് പങ്കെടുത്തിട്ടുള്ളവരെ ഞാൻ കാണുന്നുണ്ട്, അത് നിൽക്കട്ടെ. അതല്ലാതെ മുൻപരിചയമില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം മെൻ്റലിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ധരിച്ചിരിക്കുന്നത്? ആരെങ്കിലും 2-3 പേരൊന്ന് പറയാമോ? പറയൂ. ഞാനേ സാർ സജീവനാണ്. പറയൂ. ഞാൻ കുറച്ചു മുമ്പ് സാറിന് വീഡിയോ ഷെയർ ചെയ്തിരുന്നു. ശരി. കണ്ടോന്ന് അറിയില്ല. ഞാനൊരു സ്റ്റേജ് ഷോയിൽ ഒരു പെൺകൊച്ച് അവരെ ഓഡിയൻസിൽ നിന്ന് 2-3 പേരെ മൈൻഡ് റീഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയണം. അപ്പൊ അതെന്താണെന്ന് ചോദിച്ചിട്ട് സാറ് വിട്ടിരുന്നു. സാർ അത് ശ്രദ്ധിച്ചിട്ടാന്ന് തോന്നണത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത്. അങ്ങനത്തെ ഒരു ക്യൂരിയോസിറ്റിയാണ് ഈ മെന്റലിസം എന്താണെന്ന് അറിയാനായിട്ട് ഞാനിപ്പോ ഇതിലേക്ക് വന്നത്. അതെന്താ, ഈ വീഡിയോ ഞാൻ ഓർക്കുന്നില്ല, ബട്ട് അതെന്തായിരിക്കാമെന്നാണ് താങ്കൾ ധരിച്ചിരിക്കുന്നത്? കറക്റ്റ് ഇതില്ല, വെറുതെ നമ്മുടെ ഒരു ഊഹമുണ്ടാകുമല്ലോ. ഒരു എന്താ പറയാ, സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് സംതിങ് വെച്ചിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ശരി ആവട്ടെ. അത് ചുരുക്കി ഒന്ന് പറയാമോ? ആ പെർഫോമൻസിൽ എന്താണ് താങ്കൾ കണ്ടിരിക്കുന്നതെന്ന് വളരെ ചുരുക്കി ഒന്ന് പറയാമോ, ചുരുക്കം വാക്കുകൾ? അതൊരു ഹിന്ദി റിയാലിറ്റി ഷോ ആണ്. റിയാലിറ്റി ഷോയില് ഒരു പെൺകൊച്ചു വന്നിട്ട് അവിടെ ജഡ്ജസ് ഉണ്ട് കുറച്ച് പേര്. അപ്പൊ അവരോട് ഓരോരുത്തരോടും അവരുടെ മൈൻഡിലുള്ളത് ആ കൊച്ച് റിവീൽ ചെയ്യാണ് ചെയ്യുന്നത്. ശരി. അവരുടെ മൈൻഡിലുള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ മൈൻഡിലുള്ള എന്താണ്? വാക്കുകളാണോ, പേരുകളാണോ, സംഭവങ്ങളാണോ? അല്ല, അവരപ്പ ചിന്തിച്ച കാര്യങ്ങൾ, ഒരാളൊരു പാട്ടാണ്, അങ്ങനെ 3-4 സാധനങ്ങൾ ഉണ്ടായിരുന്നു. ശരി, ഓക്കെ. അത് ഈ പെൺകുട്ടി റിവീൽ ചെയ്യുന്നുണ്ട് അല്ലേ? റിവീൽ ചെയ്തു. അതെ, അതാണ് താങ്കളുടെ അത്ഭുതമുളവാക്കിയത് അല്ലേ? ശരി. അത് എങ്ങനെയായിരിക്കാമെന്നാണ് താങ്കൾ ധരിക്കുന്നത്? ഒരു ഐഡിയ ഇല്ല അതിനെ കുറിച്ചിട്ട്. അല്ല, ഏകദേശം ഒരു വെറുതെ ഒരു ഊഹം, ചുമ്മാ പറഞ്ഞാൽ മതി. ഇല്ല, അത് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ സൈക്കോളജി അല്ലെങ്കിൽ ഹിപ്നോട്ടിസം റിലേറ്റഡ് ആയിട്ടുള്ള. ശരി ആവട്ടെ, വെരി ഗുഡ്. അതായത് ഒരുപക്ഷെ ഏതെങ്കിലും സങ്കീർണമായിട്ടുള്ള മനഃശാസ്ത്ര സവിശേഷതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഹിപ്നോസിസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒക്കെയാണ് എന്നാണ് ധരിച്ചിരിക്കുന്നത്. ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയായിരിക്കും ധരിക്കുക. ഇത് എങ്ങനെയാണ് എന്നുള്ളത്, താങ്കൾ ഈ കണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ ഈ വെബിനാർ കഴിയുന്നതിന് മുമ്പ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ശരി.
മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? മെന്റലിസം അറിയുന്നവർ പറയണ്ട, അറിയാത്തവർ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കാം ഉണ്ടാവുക എന്ന് പറയാമോ? എന്തായിരിക്കാം നിങ്ങൾ ധരിച്ചിരിക്കുക എന്ന് പറയാമോ? എന്തോ ടെക്നിക്കാണ്, എന്താണ് എന്തോ ഒരു ടെക്നിക്കാണ്. അത്? നമ്മൾ എന്താന്ന് അറിയില്ല. മലയാളികൾ എന്ത് കണ്ടാലും പറയും ഇതെന്തോ കള്ളത്തരമാണെന്ന് പറയും. അതവിടെ നിൽക്കട്ടെ. അതായത് എന്ത് ഇപ്പൊ കണ്ടാലും നമ്മൾ ഒരാളോട് പറയും അതെന്തോ കള്ളത്തരം. ഒരു ഒരു ആർക്കും അറിയാത്തൊരു സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു ബീച്ചിലൊക്കെ വെച്ചിട്ട് ആ ആരോടെങ്കിലും സംസാരിച്ചിട്ട് അവരുടെ ഉം. അവര് മനസ്സിൽ വിചാരിച്ച ഒരാളുടെ പേരോ അല്ലെങ്കിൽ അവര് മനസ്സിൽ വിചാരിച്ച ഒരു ഒരു പൂവിന്റെ എന്ന് പൂവോ പേരോ എന്തെങ്കിലും ഒരു ഇൻസിഡന്റോ. എന്തെങ്കിലും ശരി. ആ, അതെ, അതെങ്ങനെയാണെന്നാണ് ധരിച്ചിരിക്കുന്നത്? എന്താകാം അതിന്റെ പിന്നിൽ? അത് ഇപ്പൊ ഇപ്പൊ ഈ നമ്മൾ ഹിപ്നോട്ടിസം ചെയ്യുന്ന പോലെ തന്നെ എന്തെങ്കിലും അങ്ങനെ എന്തോ ആണ്. ശരി ശരി ആവട്ടെ, നമുക്കിനി അതിലേക്ക് വരാം. എന്താണെന്ന് വരാം. എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കൂ. ഇടയ്ക്ക് ഓപ്പൺ ചെയ്യേണ്ടി വരും കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്യാത്തത്. ഞാൻ നിങ്ങളെ മ്യൂട്ട് ചെയ്യാത്തത് അതുകൊണ്ടാണ്. അതായത് ശരിക്കും മാജിക്കും മെന്റലിസവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ടോ? മാജിക് ആൻഡ് മെന്റലിസം എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? അതൊന്ന് പറയാമോ? പറയാമോ? ഒന്ന് പറയൂ. മാജിക്കിന് ഒരു പ്രത്യേക സിറ്റുവേഷന്, ഒരു പ്രത്യേക സ്റ്റേജ് ഒക്കെ ഉണ്ടാവും. ഏതിനെ? മാജിക്കിന് ഒരു പ്രത്യേക സ്റ്റേജും തയ്യാറെടുപ്പുകളും ഒക്കെ വേണം അല്ലേ? സ്റ്റേജോ അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങൾ വേണം. ഒരു രഹസ്യാത്മകത ഉള്ളിലുണ്ടാവും. ശരി. രഹസ്യമായിട്ടുള്ളൊരു സംഭവം ഉണ്ടാവും. ശരി. മെന്റലിസം നേരിട്ട് ജനങ്ങളടുത്ത് ചെന്ന് നേരിട്ട് അറിയില്ല, ടെക്നിക്ക് അറിയില്ല. ശരി. മാജിക് എന്ന് പറയുമ്പോൾ സാധനങ്ങൾ മാറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു വസ്തുക്കളെ മാറ്റി കാണിക്കുന്നതായിരിക്കും മാജിക് എന്ന് പറയുന്നത്. ശരി. മെന്റലിസം പറയുമ്പോൾ ആ വസ്തു ഇല്ലാതെ മനസ്സിൽ ആക്കുന്നതിനെ പറയണതാണ്. ശരി. അതായത് മാജിക്കില് ഒരു സയൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്തെങ്കിലും ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ശരി. പ്രത്യേക ഒരു സാഹചര്യം വേണം. മറ്റേത് ഒന്നും വേണ്ട, നമുക്ക് ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കാം അല്ലേ? ശരി. കണ്ടെടുത്തോളം അങ്ങനെയാണ്. ശരി. മാജിക് വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. മെന്റലിസം നമ്മുടെ മനസ്സ് സംബന്ധപ്പെട്ടുള്ള കാര്യം. ശരി. ഓക്കെ. ശരി. മ്യൂട്ട് ചെയ്യും. എന്റെ ഒരു അഭിപ്രായത്തിലേ മാജിക് എന്ന് പറയുമ്പോൾ ഒരു ട്രിക്സ് ആണ്. ശരി. കംപ്ലീറ്റ് ട്രിക്കുകളാണ്. ശരി. മെന്റലിസം എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന എന്തെങ്കിലും ട്രിക്സ് ആയിരിക്കും. വെരി ഗുഡ്. ശരി. ഇനി ഞാൻ വരാം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. മ്യൂട്ട് ചെയ്ത് വയ്ക്കും. ഒരിക്കല് ഒരു TV ഇന്റർവ്യൂവിൽ ഒരു ആർട്ടിസ്റ്റ്, മെന്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ്, ഞാൻ അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കാം. മെന്റലിസ്റ്റ് എന്നുള്ള വാക്ക് ഞാൻ അധികം ഉപയോഗിക്കാറില്ല. മെന്റലിസ്റ്റ് എന്ന് പറയുന്ന എന്നൊക്കെ പറയും. അതിന് കാരണം പിന്നാലെ നിങ്ങൾക്ക് മനസ്സിലാവും. മെന്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റും അവതാരികയും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ അവതാരിക ആർട്ടിസ്റ്റിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് മെന്റലിസവും മാജിക്കും തമ്മിലുള്ള വ്യത്യാസമെന്ന്. അപ്പോൾ ഈ ആർട്ടിസ്റ്റ് വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്, മെന്റലിസവും മാജിക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതായത് ഒരു മജീഷ്യന് പെർഫോം ചെയ്യണമെങ്കിൽ ഒരുപാട് മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും സ്റ്റേജും സഹായികളും പ്രത്യേക വിധത്തിലുള്ള വസ്ത്രവിധാനങ്ങളും ഇതെല്ലാം വേണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു മജീഷ്യൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തൊപ്പിയും കറുത്ത കോട്ടും ഒരു മാന്ത്രിക വടിയും കുറേ പ്രാവും കുറേ ഫ്ലവേഴ്സും കുറേ സഹായികളും കുറേ ഡാൻസേഴ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നത്, കളർഫുള്ളായിട്ട് വരുന്നത്. പക്ഷേ മെന്റലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വേണ്ട. ഒരു തയ്യാറെടുപ്പുകളോ മുന്നൊരുക്കങ്ങളോ പ്രോപ്പർട്ടികളോ ഒന്നും വേണ്ട. അവിടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തികളുടെ മനസ്സാണ്. അതിനെ വെച്ചിട്ടാണ് ഞങ്ങൾ ഷോ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മനസ്സിലായോ? ഞാൻ തുടക്കത്തിൽ തന്നെ പറയാം, അതിൽ ഒരു കാര്യവുമില്ല. അതായത് ഞാൻ പച്ചയ്ക്ക് പറയുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, മെന്റലിസം എന്ന് പറയുന്നത് മാജിക്കിൻ്റെ ഒരു ഹൈടെക് വെർഷൻ മാത്രമാണ് മെന്റലിസം.
മാജിക്കിൻ്റെ ഒരു ഹൈടെക് വെർഷൻ മാത്രമാണ് മെന്റലിസം. വേണമെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ. എന്തുകൊണ്ടാണ് ഞാൻ പിന്നാലെ പറയാം. നിങ്ങൾക്ക് ചായക്കട എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അറിയാമായിരിക്കും അല്ലേ? ഒരു 40-45 വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് ചായക്കട എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അറിയാമായിരിക്കും. ഒരു 4 ഓലക്കാലൊക്കെ നിർത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഉള്ളൊരു ഷെഡ് ഉണ്ടാക്കി, പഴയ ഒരു ഡെസ്കും ബെഞ്ചും ഒക്കെ ഇട്ട്, അവിടെ വലിയ വൃത്തിയൊന്നുമില്ലാത്തയാണോ ഉള്ളതാണെന്ന് എനിക്കറിയില്ല. എന്തായാലും വലിയ കാര്യമായിട്ടുള്ള മോഡിഫിക്കേഷനും ഇല്ലാത്ത കുറച്ച് ആളുകൾ ഒരു പഴയ ബനിയൻ ഇട്ടാലിട്ടു, അത് മുഷിഞ്ഞതായിരിക്കും, പിന്നെ ഒരു ലുങ്കി കള്ളിമുണ്ടെന്തെങ്കിലും ഉടുത്തിട്ടുണ്ടെങ്കിലുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയായിരിക്കും അവിടെ സെർവ് ചെയ്യുന്നത്. നമ്മൾ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം എന്താ വേണ്ടതെന്ന് ഉള്ളിൽ നിന്നിട്ട് വിളിച്ച് ചോദിക്കുന്നതിൽ അലറുകയായിരിക്കും. ചിലപ്പോൾ ഒരു ശത്രുവിനെ കണ്ട പോലെ ആയിരിക്കും അദ്ദേഹം ചോദിക്കുന്നത്. നല്ല സ്നേഹമുള്ള ആൾക്കാരും ഉണ്ട്, അത് വേറെ കാര്യം. ഞാനൊരു ഒഴുക്കിനിങ്ങനെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളൊരു ചായ വേണമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഉള്ളിലേക്ക് നോക്കി വീണ്ടും ഓർഡർ കൊടുക്കും. ഉള്ളിലുള്ള ആൾ അത് റെഡിയാക്കും. ഈ സപ്ലയർ എന്ന് പറയുന്ന ആൾ അതിനെ എടുത്ത് നമ്മൾ ഇരിക്കുന്ന ഡെസ്കിൽ ടപ്പേന്ന് കൊണ്ട് ടേ എന്ന് പറഞ്ഞ് അടിച്ച് വെക്കും. ഗ്ലാസ് പൊട്ടിയില്ലെങ്കിൽ നമുക്ക് കുടിക്കാൻ പറ്റും. ഭാഗ്യവശാൽ പൊട്ടാറൊന്നുമില്ല, എന്ത് തന്നെ ആയാലും. അപ്പോൾ ഈ ചായക്കട എന്ന് പറയുന്ന അതിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴേക്കും ഹോട്ടൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നു. ഹോട്ടൽ അല്ലേ? ചായക്കടയും ഹോട്ടലും തമ്മിൽ എവിടെയാണ് വ്യത്യാസമായത്? കുറച്ചുകൂടി ഡിഷസ് ഒക്കെ വരാൻ തുടങ്ങി, കുറച്ചുകൂടി മോഡിഫിക്കേഷൻസ് വന്നു. ഒരു ഫാനൊക്കെ വന്നു. പണ്ടത്തെ ചായക്കട എന്ന് പറയുന്നത് ഫാനൊന്നും ഉണ്ടാവില്ല, 2-3 ലൈറ്റുകൾ ഉണ്ടെങ്കിലുണ്ട്, പഴയ ഒരു വാൽവ് റേഡിയോ, ഇതൊക്കെയാണ് അന്നത്തെ പഴയ ചായക്കടകളിൽ. പക്ഷെ ഹോട്ടലിലേക്ക് വന്ന സമയത്ത് കുറച്ചുകൂടി ഭംഗിയും വൃത്തിയുമൊക്കെ ഉണ്ടായി, കുറച്ചുകൂടി ഭംഗിയുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടായി. അതുപോലെ കുറച്ചുകൂടി ഭംഗിയായിട്ട് അവിടെയുള്ള ആളുകൾ വസ്ത്രം ധരിക്കാൻ തുടങ്ങി. കുറച്ചുകൂടി ഡിഷസ് ഒക്കെ അവിടെ വന്നു തുടങ്ങി അല്ലേ? പ്ലസ് ബില്ലിൻ്റെ കാര്യത്തിലും കുറച്ച് വ്യത്യാസം വന്നു തുടങ്ങി. അതും കഴിഞ്ഞിട്ട് റെസ്റ്റോറൻ്റ് എന്ന് പറയേണ്ട ഒരു കൺസെപ്റ്റിലേക്ക് വന്നു അല്ലേ? റെസ്റ്റോറൻറ്റിലേക്ക് വന്നപ്പോൾ എന്ത് പറ്റി? കുറച്ചുകൂടി ഭംഗിയുള്ള ഇരിപ്പിടങ്ങളും കുറച്ചുകൂടി ഭംഗിയുള്ള അറ്റ്മോസ്ഫിയറും കുറച്ചുകൂടി വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളുകളുമൊക്കെ അവിടെ അതിന് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു തുടങ്ങി. ഇങ്ങനെയാണ്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് അതിൻ്റെയും ഒരു ഹൈടെക് സ്ഥിതിയിലേക്ക് പോയ സമയത്ത്, ഇപ്പോൾ ലേറ്റസ്റ്റിലേക്ക് പോയ സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, നമ്മൾ പോയി ഇങ്ങനെ അവിടെ ഇരിക്കും. AC, മറ്റു കാര്യങ്ങൾ, എൻ്റർടൈൻമെൻറ്റുകൾ, കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ, ഇതെല്ലാം അവിടെയുണ്ട്. അവിടെ ഭയങ്കരമായിട്ട് കോട്ടും സ്യൂട്ടും ടൈയും ഒക്കെ വെച്ചിട്ടുള്ള ആളുകളായിരിക്കും നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്, ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നത്. മാത്രമല്ല അവർ വളരെ ഭവ്യതയോടു കൂടിയാണ് നമ്മളോട് പെരുമാറുന്നത്. വളരെ റെസ്പെക്റ്റോടു കൂടി അവർ നമ്മളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. എന്താണ് ഭക്ഷണം വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവർ അവരുടെ കയ്യിലിരിക്കുന്ന ഒരു iPadൽ ഇതെല്ലാം ടൈപ്പ് ചെയ്ത് വെക്കും. അല്ലാതെ പണ്ടത്തെ ഹോട്ടൽ പോലെയോ ചായക്കട പോലെയോ ഇവിടുന്ന് വിളിച്ച് പറയുകയല്ല ചെയ്യുന്നത്. അവർ ടൈപ്പ് ചെയ്ത് വെക്കും. ടൈപ്പ് ചെയ്തിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോകും. ഒരു 10-15 മിനിറ്റ് നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ചൂട് വെള്ളം കൊണ്ടുവരും. കുറച്ചുകൂടി കഴിഞ്ഞ് വീണ്ടും ഒരു 10-15 മിനിറ്റ് വീണ്ടും മുന്നോട്ട് പോകുമ്പോഴേക്കും ഒരു ചൂട് പ്ലേറ്റ് നല്ല ചുട്ട് പഴുപ്പിച്ച് കൊണ്ടുവയ്ക്കും. എന്നിട്ട് 1 by 1 ആയിട്ട് ഇങ്ങനെ സംഗതികൾ വരും അല്ലേ? ഇനി നമ്മളൊരു ചായയാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത് എങ്കിൽ ആദ്യം ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഇങ്ങനെ വരും. പിന്നെ അതിൻ്റെ കൂടെ ചായപ്പൊടി, അതുപോലെ ഷുഗർ, ഇതെല്ലാം വരും. നമ്മൾ ചായ ഉണ്ടാക്കി കഴിക്കണം. എന്നിട്ട് 499 പ്ലസ് GST അവർക്ക് ബില്ല് കൊടുക്കണം. ഒരു ചായയുടെ പ്രൈസാണ് ഞാൻ പറഞ്ഞത്, ഒരു 4 സ്റ്റാർ ചായയുടെ പ്രൈസാണ് പറയുന്നത് അല്ലേ? അപ്പം നമ്മൾ പണ്ടത്തെ ചായക്കടയിൽ നിന്നും ചായ കുടിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ ഹൈടെക് റെസ്റ്റോറൻറ്റിൽ നിന്നും ചായ കുടിച്ചിട്ടുണ്ട്. എന്താണ് വ്യത്യാസം? എവിടെയാണ് ഇതിൽ വ്യത്യാസം പറയാമോ നിങ്ങൾക്ക്? പണ്ടത്തെ ചായക്കടകളിൽ ഏറ്റവും ഫ്രണ്ടിൽ ഒരു സമോവറൊക്കെ വെച്ചിട്ടുണ്ടാകും, അതിൽ നിന്ന് നിങ്ങൾ ചായ ഉണ്ടാക്കുന്ന കാണുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ഹൈടെക് റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ കാണുന്നുണ്ടോ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതോ? എന്തെങ്കിലും കാണുന്നുണ്ടോ? പഴയ ചായക്കടയും ഇന്നത്തെ ഹൈടെക് റെസ്റ്റോറൻറ്റും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ആരെങ്കിലും 1-2 പേര് പറയാമോ? പറഞ്ഞോളൂ, കേൾക്കട്ടെ. മനസ്സിലുള്ള വ്യത്യാസം പിന്നെ വേറെ മനസ്സിലുള്ള വ്യത്യാസമേ ഉള്ളൂ, അല്ലാതെ വ്യത്യാസങ്ങളൊന്നുമില്ല. അത് വലുതാണെന്നുള്ളൊരു നമുക്കൊരു മനസ്സിലൊരു തൃപ്തി തന്നെയില്ല. എല്ലാം തന്നെയല്ലേ. അത് മാത്രമേ ഒരു ചായ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാരയും പാലും തന്നെയല്ലേ ഉണ്ടാക്കുന്നത് സാർ? പാലും ചായപ്പൊടി കുറച്ചുകൂടി വൃത്തി ഉണ്ടാവുന്നു. അത് മനസ്സിലുള്ളതാണ്. പിന്നെ പിന്നെ പിന്നെയുണ്ട്, പിന്നെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ. പഴയ ചായക്കട ഓപ്പൺ ആയിരുന്നു.
ഫുൾ ഓപ്പൺ ആയിരുന്നു, വിസിബിൾ ആയിരുന്നു. വിസിബിൾ ആയിരുന്നു. പഴയ ചായക്കടയിൽ മിക്കവാറും കാര്യങ്ങളെല്ലാം വിസിബിൾ ആയിരുന്നു. അവിടെ ഫ്രണ്ടിലെ ഒരു ഷോ കേസിനുള്ളിൽ പലഹാരങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ദേ ഇത് എന്ന് പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. അപ്പോൾ എടുത്തുകൊണ്ട് വരുന്നയാൾ അതിൻ്റെ മുകളിലിരിക്കുന്ന ഈച്ചയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് അയാൾ ഇങ്ങനെ കൊണ്ടുതരും. ഇപ്പോഴത്തേലാണെങ്കിൽ നമുക്ക് മെനു കാർഡാണ്, നല്ല പ്രിന്റഡ് ആയിട്ട് നല്ല ഭംഗിയുള്ള മെനു കാർഡ് പ്ലസ് അതിൻ്റെ മുകളിൽ പ്രൈസും ഉണ്ടാകും. ഇതാണ് കാണുന്നത്. അവർ ഈച്ച തട്ടിക്കളയുന്നത് നമ്മൾ കാണുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ രീതിയിലും അറ്റ്മോസ്ഫിയറിലുമാണ് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത്. മനസ്സിലായോ? പണ്ടത്തെ ചായക്കടയിൽ ചായ ഉണ്ടാക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് എങ്കിൽ ഇന്ന് നമ്മൾ ഇതൊന്നും കാണുന്നില്ല. അവരെല്ലാം റെഡിയാക്കി മുന്നിൽ കൊണ്ടുവരുമ്പോൾ മാത്രമേ നമ്മളത് കാണുന്നുള്ളൂ. ശരിയല്ലേ? അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്നവരെ അവരുടെ ഒരു സമീപന രീതിയുണ്ട്. നമുക്ക് തരുന്ന ഒരു റെസ്പെക്റ്റ്, നമ്മളോട് കാണിക്കുന്ന ഒരു ഭവ്യത, നമ്മളോടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? പഴയ ചായക്കടയിൽ അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ശരിക്കും ഭക്ഷണത്തിൻ്റെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ കിട്ടിയിരുന്നതും ചായ തന്നെയാണ്, ഇവിടെ കിട്ടിയിരിക്കുന്നതും ചായ തന്നെയാണ്. പക്ഷേ ആ പാത്രത്തിലും പ്ലേറ്റിലും തന്നിരിക്കുന്ന രീതിയിലും തന്നിരിക്കുന്ന ആളുകളിലും ഒക്കെയാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. രണ്ടും ചായ തന്നെയാണ്. ഇത് തന്നെയാണ് മാജിക്കും മെന്റലിസവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ പഴയ മാജിക്കിൻ്റെ ഒരു ഹൈടെക് വെർഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ഹൈടെക് വെർഷൻ മാത്രമാണ് മെന്റലിസം. അതിൽ കൂടുതൽ മറ്റൊന്നുമില്ല. അവിടെ ഉപയോഗിച്ചിരിക്കുന്നതുണ്ട്, മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട് പുതിയ ഇതിൽ മെന്റലിസത്തിൽ. മോസ്റ്റ് മോഡേൺ ടെക്നോളജീസ്, മോസ്റ്റ് മോഡേൺ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റുകൾ, അതുപോലെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് സമന്വയിപ്പിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു മെന്റലിസ്റ്റും മജീഷ്യനും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ മെന്റലിസ്റ്റും മജീഷ്യനും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചപ്പോൾ ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, മജീഷ്യന് ഒരുപാട് പ്രോപ്പർട്ടികൾ വേണം, മെന്റലിസ്റ്റിന് പ്രോപ്പർട്ടി വേണ്ട എന്നുള്ളത്. അങ്ങനെയല്ല. അവിടെ ആകെ വ്യത്യാസം എന്ന് പറയുന്നത് മജീഷ്യന് ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടികൾ നമ്മൾ കാണുന്നു, മെജോറിറ്റി കുറേയധികം നമ്മൾ കാണുന്നു. എന്നാൽ മെൻ്റലിസ്റ്റ് ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടികൾ നമ്മൾ കാണുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നു. മനസ്സിലായോ? അവിടെ ഒരു പക്ഷേ ഈ മെൻ്റലിസ്റ്റ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് നിങ്ങൾക്ക് ഇരിക്കാൻ തന്നിരിക്കുന്ന ചെയർ അതൊരു സാധാരണ ചെയർ ആയിക്കൊള്ളണമെന്നില്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു എക്യുപ്മെൻ്റ് ആകാം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതുപോലെ കെട്ടിയിരിക്കുന്ന ഒരു വാച്ച്, ഒരു സാധാരണ വാച്ച് ആയിക്കൊള്ളണമെന്നില്ല, അതൊരു മോസ്റ്റ് മോഡേൺ ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് ആകാം. അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു റിങ്, അതൊരു സാധാരണ റിങ് ആയിക്കൊള്ളണമെന്നില്ല, അതും ഒരു മോസ്റ്റ് മോഡേൺ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റോ മറ്റൊരു എക്യുപ്മെൻറ്റോ ആകാം. അതുപോലെ നിങ്ങൾക്ക് എഴുതാൻ തന്നിരിക്കുന്ന റൈറ്റിംഗ് ബോർഡ്, പെൻ, ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഇതെല്ലാം എക്യുപ്മെൻറ്റുകൾ തന്നെയാണ്. പിന്നെ കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും തീർച്ചയായിട്ടും അതും പലതിനും വേണ്ടതുണ്ട്, എല്ലാത്തിനുമല്ല. ചിലതെല്ലാം നമുക്ക് ഇരുന്ന ഇരിപ്പിൽ കാണിക്കാം, പക്ഷെ അവിടെയും തയ്യാറെടുപ്പുകളുണ്ട്. അത് ഓഡിയൻസ് അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ചില മെൻ്റലിസത്തിൽ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. 1-to-1 സെഷനിൽ മാത്രം ചെയ്യാൻ പറ്റുന്നതുണ്ട്, ഞാനും എന്നൊപ്പമുള്ള ഒരാളും കൂടി ചെയ്യാൻ പറ്റുന്നതുണ്ട്. അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രൂപ്പിനിടയിൽ, ഒരു 5-6 പേരുള്ള ഗ്രൂപ്പിനിടയിൽ ചെയ്യാൻ പറ്റുന്നതുണ്ട്. അല്ലെങ്കിൽ ഒരു മാസ് ഓഡിയൻസിന് മുന്നിൽ ചെയ്യാൻ പറ്റുന്നതുണ്ട്. ഒരു വെൽ അറേഞ്ച്ഡ് സ്റ്റേജിൽ മാത്രം ചെയ്യാൻ പറ്റുന്നതുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം ഉപാധികളോടുകൂടിയായിരിക്കും പലപ്പോഴും ഷോകൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കാണുന്നത് എന്താ? ഒരൊറ്റ ആർട്ടിസ്റ്റ് ഒരു ടീഷർട്ടും ജീൻസും ഇട്ടിങ്ങനെ നമ്മുടെ മുന്നിലിരിക്കുന്നു. ഇതാണ് നമ്മൾ കാണുന്നത് അല്ലേ? ഇതിൻ്റെ പിന്നിൽ നമ്മൾ അറിയാത്ത, അല്ലെങ്കിൽ നമ്മളെ അറിയിക്കാത്ത ഒത്തിരി സംഗതികൾ മറ്റുണ്ട്, വേറെ പലതുമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് പിന്നാലെ പോകാം. എല്ലാവരും വീഡിയോയിൽ നിലനിൽക്കട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ AI കട്ട് ചെയ്തേക്കാം. അതായത് ഞാൻ ഈ പറഞ്ഞ ട്രിക്കുകളും ടെക്നിക്കുകളൊക്കെ ഇല്ലേ, വാസ്തവത്തിൽ ഇതിൽ പലതും ഏകദേശം 1970 കാലഘട്ടങ്ങളിലെ രാജ്യത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇടങ്ങളിലെ ചില ആൾദൈവങ്ങളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മമെടുക്കുക, വായുവിലിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള അത്ഭുത സിദ്ധികൾ വ്യക്തികൾ പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത്
ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന യാത്ര എന്ന് പറഞ്ഞിട്ട് ആ കാലഘട്ടത്തിലെ മജീഷ്യന്മാർ, വളരെ പ്രസിദ്ധരായിട്ടുള്ള മജീഷ്യന്മാർ, ശാസ്ത്രകാരന്മാർ, ഇവരെല്ലാം സാമാന്യ വ്യക്തികളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഈ കവലകൾ തോറും ചെറിയ സ്റ്റേജ് പ്രോഗ്രാംസ്, അതുപോലെ തന്നെ യാത്രകൾ, ഇതുപോലെ പലതും നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ അന്ന് ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒരുപാട് രക്ഷപ്പെടുത്താൻ ഈ വിധത്തിലുള്ള അറിവുകൾ, ഈ വിധത്തിലുള്ള യാത്രകളും ഷോകളും എല്ലാം സഹായിച്ചു. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഈ പറയുന്ന ഇതേ മജീഷ്യന്മാരുടെ പിൻഗാമികളിൽ ചിലർ, എല്ലാവരുമല്ല, ചിലർ മാത്രം ഈ വിധത്തിലുള്ള കാര്യങ്ങളെ സിദ്ധികളാണ്, അല്ലെങ്കിൽ പ്രത്യേക വിധത്തിലുള്ള കഴിവുകളാണ്, അസാധാരണമായിട്ടുള്ള കഴിവുകളാണ്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ശേഷികളാണ് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നു. മനസ്സിലാവുന്നുണ്ട്? ആദ്യകാലങ്ങളിൽ, ഇപ്പം അത്രമാത്രം ഇല്ലാന്ന് തോന്നുന്നു, ആദ്യകാലത്തെ മെന്റലിസം ഷോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ ഇതുപോലെയുള്ള പലതും അവർ പറയാതെ പറയുന്നുണ്ട്. ഒന്ന്, അതുപോലെ തന്നെ സൂപ്പർ സൈക്കോളജിസ്റ്റുകളായിട്ട് അന്ന്, ഇപ്പോൾ കുറവാണെന്ന് തോന്നുന്നു, അത് ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ എന്നറിയില്ല, സൂപ്പർ സൈക്കോളജിസ്റ്റുകളായിട്ട് അന്ന് മെന്റലിസ്റ്റുകൾ പെരുമാറിയിരുന്നു. അതായത് മനസ്സിനെ അസാധാരണമായ വിധത്തിൽ സ്വാധീനിക്കാനും അസാധാരണമായ വിധത്തിൽ നമുക്ക് പോലും അറിയാത്ത നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് കഴിവുണ്ട് എന്നുമൊക്കെ പറയാതെ പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് മുൻപ് കാലങ്ങളിൽ ഈ മെന്റലിസം ഷോകളുടെ വീഡിയോകൾ, യൂട്യൂബ് വീഡിയോകൾ വരുമ്പോൾ അതിൻ്റെ കമൻറ്റ് സെഷൻ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആളുകൾ അവരവരുടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസിക അസ്വസ്ഥതകൾക്ക്, മാനസിക ബുദ്ധിമുട്ടുകൾക്ക് മാനസിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം തേടിയിട്ട് അതിൻ്റെ താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തിയിരുന്നത് നിങ്ങൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ പലരും അവിടെ അഭിപ്രായപ്പെട്ടിരുന്നു, സൈക്കോളജി കോളേജുകളിൽ ഈ മെൻ്റലിസ്റ്റുകളുടെ സേവനം ഉപയോഗപ്പെടുത്തണം, അതുപോലെ സ്കൂളുകളിലെ മെൻ്റലിസ്റ്റുകളെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ച് കുട്ടികളുടെ പഠനശേഷി വർദ്ധിപ്പിക്കണം, ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ ധാരാളം ഇട്ട് കണ്ടിരുന്നു. അപ്പോൾ അതെല്ലാം വാസ്തവത്തിൽ എന്താണ് എന്ന് അറിയാത്ത അജ്ഞരായിട്ടുള്ള വ്യക്തികൾ മാത്രമാണ്. ഇനി നമുക്ക് എന്താണ് എന്ന് അതിലേക്ക് വരാം, എന്തൊക്കെയാണെന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ അന്ധവിശ്വാസങ്ങൾ എന്ന ആൾദൈവങ്ങളുടെയും മറ്റു രൂപത്തിലൊക്കെ പ്രചരിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ. അതുപോലെ തന്നെ ഇത് നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം നിലനിന്നിരുന്ന കാര്യമല്ല. അന്ന് ഈ ഒരു ചെറിയ സംഗതി പറഞ്ഞുതരാം. അമേരിക്കയിലെ വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിൽ 2 വ്യക്തികൾ അവരെ സമീപിച്ചിട്ട് യൂണിവേഴ്സിറ്റി അധികൃതരോട് പറയുകയാണ്. 2 വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അവരുടെ പേര്, ഒന്ന് സ്റ്റീവ് ഷോ, 2 മൈക്കൽ എഡ്വേർഡ്. ഇങ്ങനെ 2 പേര് യൂണിവേഴ്സിറ്റി അധികൃതരെ സമീപിച്ചിട്ട് പറഞ്ഞു, അവർക്ക് മനസ്സിൻ്റെ ശേഷി കൊണ്ട് സ്പൂണുകൾ വളയ്ക്കാൻ, അതുപോലെ തന്നെ ക്ലോക്കുകളെ നിർത്താൻ ഒക്കെ സാധിക്കും എന്നവർ അവകാശപ്പെട്ടു. അപ്പോൾ യൂണിവേഴ്സിറ്റി അധികൃതർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇവരിൽ പഠനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഒരു ബെഞ്ച് തന്നെ രൂപീകരിച്ചു, അല്ലെങ്കിൽ ഒരു വിങ് തന്നെ രൂപീകരിച്ചു. ആ വിങ് ഇവരുടെ ഈ ശേഷികളിൽ പഠനങ്ങളൊക്കെ നടത്തി. അപ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ, ഇവർ അവകാശപ്പെട്ടതുപോലെ ഈ വിധത്തിലുള്ള കഴിവുകളൊക്കെ ഈ 2 പേർക്കുമുണ്ട് എന്ന് കണ്ടു. എന്നിട്ട് ഈ പറഞ്ഞ ആ വിങ്, യൂണിവേഴ്സിറ്റിയുടെ വിങ്, ഇവരോട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകി. ഇത് 1979 സംഭവമാണ് കേട്ടോ. ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകി. ഇവർ പേപ്പർ സബ്മിറ്റ് ചെയ്തു. അതിന് യൂണിവേഴ്സിറ്റി അംഗീകരിച്ചു. നോക്കണം, അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയാണ്, അവർ അംഗീകരിച്ചു. ഇന്ത്യയിലെ കഥയല്ല ഞാൻ ഈ പറയുന്നത്, അംഗീകരിച്ചു. ശരിക്കും ഇങ്ങനെയുള്ള സിദ്ധികളും കഴിവുകളും ഇവർക്കുണ്ട് എന്ന് യൂണിവേഴ്സിറ്റി അംഗീകരിച്ചു. ഇത് പ്രോജക്റ്റ് ആൽഫ എക്സ്പെരിമെൻ്റ് എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ വിവരങ്ങൾ കിട്ടും. ഒന്ന് എഴുതി വെച്ചോളൂ ആവശ്യമെങ്കിൽ, പിന്നീട് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ വിവരങ്ങൾ കിട്ടും, പ്രോജക്റ്റ് ആൽഫ എക്സ്പെരിമെൻ്റ്. പക്ഷേ ഈ പേപ്പർ അംഗീകരിച്ച് 1-2 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ മൈക്കൽ എഡ്വേർഡും സ്റ്റീവ് ഷോയും കൂടി ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, ഞങ്ങൾ ഈ ചെയ്തിരിക്കുന്നതെല്ലാം ചില ടെക്നിക്കുകളും ട്രിക്കുകളും മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതിന് ഞങ്ങൾ അന്ന് അവകാശപ്പെട്ടതുപോലെ മനസ്സുമായിട്ടോ മാനസിക സവിശേഷതകളുമായിട്ടോ യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ല എന്ന് അവരങ്ങ് ഉറപ്പിച്ചു പറഞ്ഞു. അതോടുകൂടി എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു ബെഞ്ച്, അല്ലെങ്കിൽ ആ ഒരു വിങ് തന്നെ അങ്ങ് പൂട്ടിപ്പോയി. ഇത് സംഭവിച്ചു. അപ്പോൾ അതിനുശേഷം ലോകത്തിൽ എവിടെയായാലും ശരി, ഇതുപോലെയുള്ള അവകാശവാദങ്ങളുമായിട്ട് ആരെങ്കിലും ഒക്കെ സമീപിക്കുകയാണ് എങ്കിൽ
ഈ ഈ ഒരു വിങ്ങില് മജീഷ്യന്മാരെ കൂടി ഉൾപ്പെടുത്താൻ തുടങ്ങി. കാരണം ഇതുപോലുള്ള ടെക്നിക്കുകളോ ട്രിക്കുകളോ എന്തെങ്കിലുമൊക്കെ ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചില പ്രഗത്ഭരായിട്ടുള്ള മജീഷ്യന്മാരെ കൂടി ഉൾപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, വാസ്തവത്തിൽ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതോ അതല്ല എങ്കിൽ നമ്മുടെ ഭാരതത്തിൽ മാത്രം തുടങ്ങിയതോ അല്ല, ലോകവ്യാപകമായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇടങ്ങളിൽ ഇതുപോലെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ പണ്ട് മുതലേ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പുതിയ രൂപമാണ് പിന്നീട് വന്നത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ അപ്പുറത്ത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. അതായത് ഞാൻ എന്തുകൊണ്ട് ഈ ഒരു മേഖലയിലേക്ക് പരിശീലനങ്ങൾ കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ, അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ആക്ച്വലി ഞാൻ പ്രൊഫഷണലി ഒരു മെജീഷ്യനോ മെൻ്റലിസ്റ്റോ ഒന്നുമല്ല, അങ്ങനെ അറിയപ്പെടാൻ എനിക്ക് താല്പര്യവുമില്ല. പ്രൊഫഷണലി ഞാനൊരു ഹിപ്നോട്ടിസ്റ്റാണ്, അതിൻ്റെ പരിശീലകനാണ്. പിന്നെ എന്തുകൊണ്ട് ഈ വിധത്തിലുള്ള പരിശീലനങ്ങൾ നടത്തുന്നു എന്ന് ചോദിച്ചാൽ, അത് ചില സാമൂഹ്യ പ്രതിബദ്ധതകളുടെ ഭാഗമായിട്ട് മാത്രമാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇതിനെതിരെ അവയർനെസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് എഴുതി, ഒരുപാട് വീഡിയോകൾ ചെയ്തു. പക്ഷെ അവിടെ ഇല്ല, അതൊന്നും മതിയാവുന്നില്ല സാധാരണ ആളുകൾക്ക്. അവർക്ക് അതൊക്കെ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം ഈ പറയുന്ന നിഗൂഢതകളിൽ വിശ്വസിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെയുള്ള രഹസ്യങ്ങൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാനുള്ള ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് മാത്രം അറിയാൻ താല്പര്യമുള്ള വ്യക്തികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അന്ന് ഈ പരിശീലനങ്ങൾ കൊടുത്തു തുടങ്ങിയതായിരുന്നു. അതിലും എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച, അല്ലെങ്കിൽ കുറേയധികം വേദനിപ്പിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഏകദേശം 22 വയസ്സോ മറ്റോ ഉള്ള ഒരു കുട്ടി വിളിച്ചു. എന്നിട്ട് അവൻ മെൻ്റലിസവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എന്നോട് ഡിസ്കസ് ചെയ്തു. ഞാൻ പറയാവുന്നിടത്തോളം, ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതും ഉണ്ടല്ലോ. അപ്പോൾ പറയാവുന്നിടത്തോളം കാര്യങ്ങൾ ഞാൻ അവന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു, പക്ഷെ ഇപ്പോൾ പഠനമെല്ലാം നിർത്തി വെച്ചിട്ട് മെൻ്റലിസം പഠിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പെട്ടെന്ന് ഷോക്കായി. കാരണം അവൻ്റെ ഡിഗ്രി പഠനം നിർത്തി വെച്ചിട്ട് മെൻ്റലിസം പഠനം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ അവനോട് വീണ്ടും ചോദിച്ചു, മെൻ്റലിസം പഠനം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ആ കുട്ടി എവിടെയോ ഒരു സ്റ്റേജിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ, മലയാളി ആർട്ടിസ്റ്റ്, ഞാൻ പേര് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, മലയാളി ആർട്ടിസ്റ്റിൻ്റെ ഒരു ഷോ കണ്ടു, മെൻ്റലിസം ഷോ കണ്ടു. അതിൽ ഒരു ഐറ്റം അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഗംഭീരമായിട്ട് ഇഷ്ടമായിട്ട് അവൻ വെയിറ്റ് ചെയ്തു. ഈ ഷോ കഴിഞ്ഞിട്ട് ആർട്ടിസ്റ്റ് വേദിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ ആർട്ടിസ്റ്റ് വേദിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴേക്കും അവൻ പറഞ്ഞു, എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, എനിക്കിത് പഠിക്കാൻ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം ഈ ആർട്ടിസ്റ്റ് ഇവനെ അഭിനന്ദിച്ചു, കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്, താങ്കൾക്ക് അത്രയും താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ ഇത്രയും വെയിറ്റ് ചെയ്ത്, ഗുഡ് എന്ന് പറഞ്ഞിട്ട് ഈ ആർട്ടിസ്റ്റ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ കുറേ പുസ്തകങ്ങൾ ഇവന് പറഞ്ഞു കൊടുത്തു. കുറേ പുസ്തകങ്ങൾ, ഇംഗ്ലീഷിലുള്ള കുറേ പുസ്തകങ്ങൾ അവന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ പുസ്തകങ്ങൾ വാങ്ങി പഠിക്കുക, ഈ പുസ്തകങ്ങൾ വാങ്ങി പഠിച്ചു കഴിയുമ്പോൾ ഇതെന്തൊക്കെയാണ് എന്ന് മനസ്സിലാവും, നിങ്ങൾക്കും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വളരെ സന്തോഷമായി. കാരണം ആരും ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാറില്ലല്ലോ. പക്ഷെ ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ അവന് വളരെ വളരെ സന്തോഷമായിട്ട് അവൻ അന്ന് പഠനം അവസാനിപ്പിച്ചു. അവൻ്റെ ഡിഗ്രി പഠനം അന്ന് അവസാനിപ്പിച്ചു, 22ാമത്തെ വയസ്സിൽ അവസാനിപ്പിച്ചു. എന്നിട്ട് ഈ പറഞ്ഞ പുസ്തകങ്ങൾ വാങ്ങിയിട്ട് അതിരുന്ന് പഠിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ചോദിച്ചു, എത്ര നാളായിട്ട് ഇപ്പോൾ പഠിക്കുന്നുണ്ട്? ഇപ്പോൾ ഏകദേശം 9 മാസമായിട്ട് ഞാനിത് പഠിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്നിട്ട് ഈ പറയുന്ന കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ അവൻ പറയുകയാണ്, സാറേ, ഇത് ഞാനിപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇത് 9 മാസത്തിന് ശേഷം പറയാണ്, ഇത് ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, കുറച്ച് വർഷങ്ങളെടുക്കും എന്ന് പറയാണ്. വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുകയാണ്. ഞാൻ അവനോട് ഒന്നും പറഞ്ഞില്ല. പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവൻ അത്ഭുതപ്പെടുത്തിയ ഈ ഒരു സംഗതി പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പുസ്തകങ്ങളോ ഈ പറയുന്ന കാലഘട്ടമോ ഒന്നും വേണ്ട. മറിച്ച് അതിൻ്റെ ഏറ്റവും ചെറിയൊരു സീക്രട്ട് എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് മാത്രമായിരുന്നു അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഈ കുട്ടി ഇത് തിരിച്ചറിയും, തീർച്ചയായിട്ടും അവൻ തിരിച്ചറിയും. പക്ഷെ അവൻ തിരിച്ചറിയുമ്പോൾ കുറേ വർഷങ്ങൾ എടുത്തേക്കും. ആ വർഷങ്ങൾ എടുത്തു കഴിയുമ്പോഴേക്കും അവൻ്റെ നല്ല പ്രായം അവിടെ കഴിഞ്ഞു പോകും, അവൻ്റെ വിദ്യാഭ്യാസം മുടങ്ങിപ്പോയിട്ടുണ്ടാകും. അതിലൂടെ അവൻ എന്താ സംഭവിക്കുന്നത്? അവൻ്റെ ശോഭനമായിട്ട് അവൻ പ്രതീക്ഷിച്ച വിധത്തിലുള്ള, അവൻ സ്വപ്നം കണ്ട വിധത്തിലുള്ള ഒരു ഭാവി അവന് നഷ്ടമാകും. മാത്രമല്ല, അവനെ പ്രതീക്ഷിച്ച് സ്വപ്നം കണ്ട് പ്രതീക്ഷയോടുകൂടിയിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ സ്വപ്നം അസ്ഥാനത്തായി പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള, ഇതൊരാളുടെ കഥയല്ല പറഞ്ഞത്, ഇതുപോലെ കുറേയധികം അനുഭവങ്ങൾ കേട്ടതിൻ്റെ വെളിച്ചത്തിലാണ് ഈ വിധത്തിൽ പരിശീലനങ്ങൾ കൊടുക്കാം എന്ന് കരുതിയിട്ട്
അന്ന് 2016-17 ആ വിധത്തിലുള്ള പരിശീലനങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ മെൻ്റലിസം എന്നുള്ള ഫീൽഡിൽ ഒരുപാട് പരിശീലനങ്ങളൊന്നും കൊടുക്കാറില്ല, പക്ഷെ വല്ലപ്പോഴും മാത്രം കൊടുക്കാറുണ്ട്. അത് ഓൺലൈനായിട്ട് മാത്രം കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. മെൻ്റലിസം എന്ന് പറയുന്ന ആർട്ട് ഫോമിന് പിന്നിൽ, കലാരൂപത്തിന് പിന്നിൽ അതിൻ്റെ വക്താക്കൾ അവകാശപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്, ചില പില്ലറുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഈ പുട്ടിന് പീരയിടുന്ന മാതിരി ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒന്നാണ് മൈക്രോ എക്സ്പ്രഷൻ. മൈക്രോ എക്സ്പ്രഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലേ? എന്താ മൈക്രോ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയിരിക്കുന്നത്? ആരെങ്കിലും 1-2 പേര് പറയാമോ? മനസ്സിലായിട്ടുള്ള ആരെങ്കിലും, കേട്ടിരിക്കുന്ന ആരെങ്കിലും ഒന്ന് പറയാമോ മൈക്രോ എക്സ്പ്രഷൻ? മറ്റേ മാനറിസം നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക, അവരെങ്ങനെയാണ് പെരുമാറുന്നത്. മാനറിസം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക. വെരി ഗുഡ്. ഈ മൈക്രോ എക്സ്പ്രഷൻ പഠിപ്പിക്കുമോ എന്ന് ചോദിച്ച് മാത്രം ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചോദിക്കും, എന്തിനാണ് നിങ്ങൾ മൈക്രോ എക്സ്പ്രഷൻ പഠിക്കുന്നത്? അത് മെൻ്റലിസം പഠിക്കാൻ വേണ്ടിയിട്ട്. എന്താ പറയുക അവരോട്? അത് ശരിയാണ്. മൈക്രോ എക്സ്പ്രഷൻ എന്ന് പറയുന്നതിലേക്ക് വരാം. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ മുഖത്തിലുണ്ടാകുന്ന ഭാവവ്യതിയാനങ്ങൾ, ഇതിനെയാണ് നമ്മൾ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന്, ഒരു ചെറിയ കുട്ടി നമ്മളോട് കളവ് പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും അവൻ്റെ മുഖഭാവങ്ങൾ നോക്കിക്കൊണ്ട്, അല്ലേ? പക്ഷേ ഒരു മുതിർന്ന പൗരനാണോ, ഒരു മുതിർന്ന വ്യക്തിയാണ് നമ്മളോട് കളവ് പറയുന്നതെങ്കിൽ നമുക്കത് അത്ര എളുപ്പം കണ്ടുപിടിക്കാൻ സാധ്യമല്ല, തിരിച്ചറിയാൻ സാധ്യമല്ല. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുട്ടി കളവ് പറഞ്ഞപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത്ര പെട്ടെന്ന് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്? കുട്ടിയുടെ മുഖഭാവങ്ങളിൽ വന്ന വ്യത്യാസങ്ങളെ നോക്കി മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ തിരിച്ചറിഞ്ഞത്. പക്ഷേ ഒരു മുതിർന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം കളവ് പറയുന്ന സമയത്ത് ഏകദേശം എന്തൊക്കെ ഭാവങ്ങൾ മുഖത്തുണ്ടാകും എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് എന്ത് പറ്റും? അദ്ദേഹത്തിന് അറിവുള്ളത് കൊണ്ട് തന്നെ അതിനെ മാസ്ക് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റും. അതിനെ ഒരു ആവരണം ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു മുഖംമൂടി എടുത്തണിയാൻ നാച്ചുറലായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. പക്ഷേ ഇവിടെയും ഈ പറയുന്ന എക്സ്പ്രഷൻസ് ഇല്ലാതാവുന്നില്ല. പിന്നെയോ അത് മൈക്രോ തലത്തിൽ ചുരുങ്ങുക മാത്രമാണ് ചെയ്യുന്നത്. അതായത് കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ എക്സ്പ്രഷനാണ് കണ്ടത് എങ്കിൽ മുതിർന്ന ഒരാളുടെ അടുത്തേക്ക് വരുമ്പോൾ അത് മൈക്രോ തലത്തിൽ ചുരുങ്ങും. അതിന് മൈക്രോ എക്സ്പ്രഷൻ എന്നാണ് നമ്മൾ പറയുക. മൈക്രോ എക്സ്പ്രഷൻ. അപ്പോൾ ഈ മൈക്രോ എക്സ്പ്രഷനാണ് മെൻ്റലിസത്തിൻ്റെ ഒരു പ്രധാന പില്ലറായിട്ട്, പ്രധാന തൂണായിട്ട് ആർട്ടിസ്റ്റുകൾ അവകാശപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും അവകാശപ്പെടുന്നത്. അവർ പറയാറുണ്ട് വർഷങ്ങളുടെ പരിശീലനത്തിലൂടെ മാത്രം ആർജിക്കാവുന്ന ഒരു കഴിവാണത് എന്നവർ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും സാധാരണ വ്യക്തികളോട് പറയാതെ പറയുന്നത് എന്താ, ഇത് സാധാരണക്കാർക്കൊന്നും പഠിക്കാൻ പറ്റുന്നതല്ല, ഞങ്ങൾ ഒരുപാട് വർഷങ്ങളെടുത്തിട്ട് പഠിച്ചതാണ്, പരിശീലിച്ചതാണ് എന്നല്ല. മനസ്സിലാവുന്നുണ്ട്? ഇനി മൈക്രോ എക്സ്പ്രഷൻ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ മൈക്രോ തലത്തിൽ ചുരുങ്ങുന്ന ഈ ഭാവവ്യതിയാനങ്ങളെ ഒരു സ്റ്റേജിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ഓപ്പൺ സ്പേസിൽ നിന്ന് മറ്റൊരാൾക്ക് നോക്കി മനസ്സിലാക്കി നിഗമനങ്ങളിൽ എത്താൻ സാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ചിലപ്പോൾ അതേ എന്ന് ഉത്തരം പറഞ്ഞേക്കാം. പക്ഷെ അതേ എന്ന് ഉത്തരം പറയുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ഞാൻ പറയാം. മൈക്രോസ്കോപ്പിലൂടെ മാത്രം നോക്കിക്കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ നഗ്നനേത്രങ്ങൾ കൊണ്ട്, എനിക്ക് ഇങ്ങനെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റുമെന്ന് നിങ്ങളോട് നിങ്ങളുടെ ഒരു സുഹൃത്ത് പറയുകയാണ്, നിങ്ങൾ അദ്ദേഹത്തോട് എന്ത് പറയും? ഒന്ന് പറയാമോ ആരെങ്കിലും? അതായത് നിങ്ങൾ ലാബില് എന്തെങ്കിലും അതാണ് എന്തോ കുഴപ്പമുണ്ടെന്ന് പറയും, അല്ലേ? എന്തോ കുഴപ്പമുണ്ടെന്ന്. അത് ലാബിൽ നിങ്ങൾ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ബ്ലഡ് സാമ്പിളോ എന്തെങ്കിലും കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ലാബിലൊന്നും കൊണ്ടുപോകണ്ട, ഞാനിത് കണ്ണുകൊണ്ട് നോക്കിയിട്ട് പറഞ്ഞുതരാമെന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരിക്കും നമ്മൾ പറയുക. ഇത് തന്നെയാണ് മൈക്രോ എക്സ്പ്രഷൻ്റെ സാധ്യത. മൈക്രോ എക്സ്പ്രഷൻ റീഡ് ചെയ്തിട്ട് ഒരു പ്രത്യേക കാര്യത്തെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ നിഗമനത്തിൽ എത്തിച്ചേരാമെന്ന് പറയുന്നതിൻ്റെയും സാധുത ഇത്രയേ ഉള്ളൂ. ഇതിൽ നിന്ന്, ഈ കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ആരെങ്കിലും 1-2 പേര് പറയാമോ? ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മാത്രം തിരിച്ചറിയാൻ പറ്റുന്ന ഒന്നാണ് മൈക്രോ എക്സ്പ്രഷൻ. അതായത് വളരെ സിമ്പിളായിട്ട് പറയുന്നുണ്ട്. എന്താ, 200 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യുന്ന ഹൈ ഡെഫിനിഷൻ ക്യാമറയിൽ എടുക്കുന്ന വിഷ്വൽസിന് അത്രമാത്രം സൂം ചെയ്ത് നോക്കിയിട്ട് ചില നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും. ശരിയായിരിക്കാം. പക്ഷെ ഇത് ഒരു വേദിയിൽ പോസിബിൾ ആണോ? അല്ല.
അല്ല, ഒരു വേദിയിൽ പോസിബിൾ അല്ല, സാധ്യമല്ല. കാരണം നമുക്ക് അത്രയും സങ്കീർണമായിട്ടുള്ള ഉപകരണങ്ങളുടെ സഹായത്തെ അവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റില്ല, അല്ലേ? മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രമാത്രം സങ്കീർണതകൾ ഉള്ളതാണ് മൈക്രോ എക്സ്പ്രഷൻ എങ്കിൽ അത് മെന്റലിസം എന്ന് പറയുന്ന ഈ ആർട്ട് ഫോമിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒന്ന് മെസ്സേജ് ചെയ്യാമോ? ഒരിക്കലും സാധ്യമല്ല. മറ്റുള്ളവരൊന്ന് മെസ്സേജ് ചെയ്യൂ, നിങ്ങൾ എത്രമാത്രം ആക്റ്റീവ് ആണെന്ന് ഞാനൊന്ന് അറിയട്ടെ. അപ്പോൾ ഇത്രമാത്രം സങ്കീർണതകളുള്ള ഒരു വസ്തുത വേദിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധ്യമല്ല, അല്പം പോലും സാധ്യമല്ല. അപ്പോൾ അതിനെ നമ്മൾ വിട്ടു. ഇനി മറ്റൊന്ന്, രണ്ടാമതൊരു പില്ലറായിട്ട് അവർ അവകാശപ്പെടുന്നത് ബോഡി ലാംഗ്വേജ് ആണ്, ശരീരഭാഷ. ശരീരഭാഷയെക്കുറിച്ച് സാമാന്യമായിട്ടുള്ള ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, നിങ്ങളുടെ ഒരു സുഹൃത്ത് താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കില്ലേ, എന്ത് പറ്റിയേ, മൂഡ് ഓഫ് ആണോ, എന്താ പറ്റിയെന്ന് ചോദിക്കില്ലേ? അതുപോലെ തന്നെ ചില പ്രത്യേക വിധത്തിലുള്ള ബോഡി ലാംഗ്വേജ്, ശരീരഭാഷയൊക്കെ നമുക്ക് അറിയാം. ഇത് സാമാന്യമായിട്ട് പൊതുവായിട്ടുള്ളത് തന്നെയാണ്. വളരെ ആഴത്തിൽ പഠിക്കാവുന്ന, പരിശീലിക്കാവുന്ന ഒരു സവിശേഷതയും കൂടിയാണ്. ധാരാളം വലിയ പുസ്തകങ്ങളും മറ്റ് ആഴത്തിലുള്ള പഠനങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത്, ഈ ശരീരഭാഷ വ്യക്തികൾക്കനുസരിച്ച്, അവരുടെ പ്രായത്തിനനുസരിച്ച്, അവരുടെ ചുറ്റുപാടുകൾക്കനുസരിച്ച്, അവരുടെ ജീവിത രീതിക്കനുസരിച്ച്, കാലഘട്ടത്തിനനുസരിച്ച്, പ്രദേശങ്ങൾക്കനുസരിച്ച് ഇതിൽ വ്യത്യാസമുണ്ടാകും. ഒരു ഉദാഹരണത്തിന്, വിദേശ രാജ്യങ്ങളിൽ, അമേരിക്ക അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലാണ് എങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഒരു പൊതുവേദിയിൽ, മറ്റുള്ളത് ഞാൻ വിട്ടു, പൊതുവേദിയിൽ കണ്ടുമുട്ടുന്ന സമയത്ത് അവരെങ്ങനെയാണ് അഭിവാദ്യം ചെയ്യുക എന്ന് നിങ്ങൾക്കറിയാമോ? എന്ന് പറയാമോ? അവര് ഹഗ് ചെയ്തിട്ടാണ് പ്രകടിപ്പിക്കുന്നത്. അതേസമയം നമ്മുടെ കേരളത്തിന്റെ ഒരു ഗ്രാമത്തിൽ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി? മനസ്സിലാവുന്നുണ്ടോ? അതാണ് പറഞ്ഞത്, പ്രദേശങ്ങളുടെ സവിശേഷതകൾ. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാവരും സ്മോക്ക് ചെയ്യുന്നത് സാധാരണമാണ്. സ്ത്രീകളും അവിടെ സ്മോക്ക് ചെയ്യാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ഇത് കോമൺ ആയിട്ട് തുടങ്ങി. അതിന് സാധാരണ ജനങ്ങൾ, ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ കൊച്ചിൻ സിറ്റിയിൽ പോകുമ്പോൾ അവിടെ റോഡ് സൈഡിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഒരു സ്ത്രീ സ്മോക്ക് ചെയ്യുകയാണെന്ന് വിചാരിച്ചോളൂ, വളരെ കൂളായിട്ട് നമ്മൾ പോകും. അതേസമയം നിങ്ങൾ ജീവിക്കുന്ന ഗ്രാമത്തിലെ വെയിറ്റിംഗ് ഷെഡിൽ നിന്നിട്ടാണ് ഒരു സ്ത്രീ, പ്രത്യേകിച്ച് നിങ്ങളുടെ അയലത്തെ ഒരു സ്ത്രീ, ലേഡി സ്മോക്ക് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ കാഴ്ചപ്പാട്? മനസ്സിലാവുന്നുണ്ടോ? ഇനി അതുപോലെ തന്നെ ശരീരഭാഷയുടെ മറ്റൊരു കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗ്രാമപ്രദേശത്തിൽ ജീവിക്കുന്ന ഒരാളുടെ ശരീരഭാഷയേ ആയിരിക്കില്ല നഗരത്തിൽ ജീവിക്കുന്ന ഒരാളുടെ ശരീരഭാഷ. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ശരീരഭാഷ ആയിക്കൊള്ളണമെന്നില്ല എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഒരാളുടെ ശരീരഭാഷ. ഒരു ചെറുപ്പക്കാരൻ്റെ ശരീരഭാഷയ്ക്ക് ആനുപാതികമായിരിക്കണമെന്നില്ല ഒരു വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ മുതിർന്ന ഒരാളുടെ ശരീരഭാഷ. അപ്പം വ്യക്തികൾക്കും പ്രായത്തിനും കാലഘട്ടങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും പ്രദേശത്തിനും ഒക്കെ ആനുപാതികമായിട്ട് ഇതിലെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ വേദിയിൽ നിന്ന് റാൻഡമായിട്ട് ഒരാളെ വിളിക്കുമ്പോൾ അദ്ദേഹം എവിടെയുള്ള ആളാണെന്നറിയില്ല, അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അറിയില്ല, അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രത്യേകതകൾ അറിയില്ല, ഇതൊന്നും അറിയില്ല. പിന്നെ എന്ത് നിഗമനത്തിലാണ് എത്തിച്ചേരുക? മനസ്സിലാവുന്നുണ്ടോ? ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാനും എൻ്റെ 2-3 സുഹൃത്തുക്കളുമായിട്ട് ഒരു ദീർഘദൂര യാത്ര പോവാണ്. ട്രക്കിംഗ് ആണ്, നടന്നിട്ട് 2-3 മലകളൊക്കെ കയറി പോകണം. ഒരു 10-40 കിലോമീറ്റർ ഇങ്ങനെ നടന്ന് കയറി പോയി ഇറങ്ങാനൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു തമിഴ്നാട് ആ ഭാഗത്താണ്. അപ്പോൾ തിരികെ വന്നിട്ട് ഒരു സുഹൃത്തിൻ്റെ വീട് ആലപ്പുഴ ആ ഭാഗത്താണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അവിടെ അടുത്ത് കുറച്ച് മാറിയിട്ട് വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു പാമിസ്ട്രി വിദഗ്ധനുണ്ട്, ഹസ്തരേഖാ വിദഗ്ധനുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം മച്ചട്ടാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടാലോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ പഠനങ്ങളുടെ ഭാഗമായിട്ട് ഞാൻ ആ വിധത്തിലുള്ള വ്യക്തികളെയൊക്കെ സന്ദർശിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സുഹൃത്തിൻ്റെ കൂടെ ഈ പാമിസ്ട്രി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയുടെ അടുത്തേക്ക് പോയി. എൻ്റെ ഐഡൻറ്റിറ്റി ഒന്നും ഞാൻ പറഞ്ഞില്ല, മുഴുവൻ പേര് ഞാൻ പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ മുന്നിലിരുന്നു. അപ്പോൾ മുന്നിലിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ദീർഘദൂര യാത്ര പോയിട്ട്
2-3 ദിവസമായി യാത്ര ചെയ്തു വരുന്നത്. അപ്പോൾ താടി ഒക്കെ ചെറുതായിട്ടല്ല, ഈ 3-4 ദിവസത്തെ താടി വളർച്ചയുണ്ട്. അതുപോലെ മുടിയൊക്കെ പാറി പറന്നിട്ടുണ്ട്. യാത്രയുടെ ക്ഷീണം കണ്ണുകളിലുണ്ട്. അതുപോലെ എൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പഴയ ടീഷർട്ടും ഒരു സാധാരണ ഒരു ശരാശരി പാൻസും പഴയ വള്ളിച്ചെരുപ്പൊക്കെയാണ് എൻ്റെ വേഷം എന്ന് പറയുന്നത്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ നമ്മൾ കാൽമുട്ടൊക്കെ നല്ല വേദനയുണ്ട് ഈ നടന്നതിൻ്റെ. അപ്പോൾ കൈ ഇങ്ങനെ വെച്ചിട്ട് ഞാനിങ്ങനെ ഇരുന്ന് കൊടുക്കുന്നുണ്ട്. വലത് കൈ ഇങ്ങനെ നീട്ടി, വലത് കൈയാണോ ഇടത് കൈയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഏതൊരു കൈ ഇങ്ങനെ നീട്ടി കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങൾ അല്പം പോലും ആത്മവിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഒരു 4 ആളുടെ മുന്നിൽ നേർക്ക് നിന്ന് സംസാരിക്കാൻ നിങ്ങൾക്കാവില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാനൊന്നും പറയാം, തല കുലുക്കി കൊടുത്തു, അത്രയേ ഉള്ളൂ. അതെന്ത് കണ്ടിട്ട് അദ്ദേഹം പറയുന്നറിയാമോ? കൈ കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എൻ്റെ അന്നേരത്തെ രീതി കണ്ടിട്ട്, എൻ്റെ ശരീരഭാഷ നോക്കിയിട്ടായിരിക്കണം അത് പറഞ്ഞത്. കാരണം ശരീരഭാഷ നോക്കിയിട്ടാണെങ്കിൽ അങ്ങനെ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. കാരണം ആ കോലത്തിലാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. നിവർന്നിരിക്കാനുള്ള ഒരു ശേഷി അവിടെ ഇല്ല. അത് സാഹചര്യത്തിൻ്റെ കാരണം കൊണ്ടാണ്. ദ സെയിം ടൈം അതേ എന്നെ തന്നെ, ഞാനെന്ന വ്യക്തിയെ എൻ്റെ ട്രെയിനിങ്ങുകളിൽ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലോ അവിടെ എൻ്റെ ശരീരഭാഷ മാറി. ആ ശരീരഭാഷയിലായിരിക്കില്ല നിങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ ട്രെയിനിങ്ങിന് മുന്നിൽ നിങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ഞാൻ നിൽക്കുമ്പോഴുള്ള ശരീരഭാഷയല്ല ഒരു ലഞ്ച് ബ്രേക്കിലോ ടീ ബ്രേക്കിലോ നിങ്ങൾ മാറിക്കഴിയുമ്പോൾ ഞാൻ ഇരിക്കുന്നത്. ഞാൻ വളരെ കൂളായിട്ടിരിക്കുന്നത് കാണാം. മനസ്സിലായോ? അപ്പോൾ ശരീരഭാഷയിൽ പോലും വ്യക്തികൾക്കും സാഹചര്യങ്ങൾക്കും ഒക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം വരും. അപ്പോൾ ഈ ശരീരഭാഷ എന്ന് പറയുന്ന സംഗതി ഈ പറയുന്ന പോലെ ഈ ഒരു ഷോയ്ക്കിടയിൽ അല്ലെങ്കിൽ സ്റ്റേജ് പെർഫോമൻസിൻ്റെ ഇടയിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ? എന്ന് പറയാമോ ആ സാധ്യത? പറ്റില്ല സാറേ, അതും പറ്റില്ല അല്ലേ? പറ്റില്ല. അപ്പോൾ അതും നമ്മൾ മാറ്റി നിർത്തി. ബോഡി ലാംഗ്വേജും നമ്മൾ മാറ്റി നിർത്തി, മൈക്രോ എക്സ്പ്രഷൻ മാറ്റി നിർത്തി. ഇനിയുള്ളത് പീപ്ലോമെട്രിയാണ്. പീപ്ലോമെട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവകാശപ്പെടുന്ന പില്ലറുകളാണ് ഇതെല്ലാം കേട്ടോ. പീപ്ലോമെട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കൃഷ്ണമണികളുടെ ചലനമുണ്ട്. കൃഷ്ണമണികളുടെ ചലനത്തിന് കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് ചില നിഗമനങ്ങളിലെത്താം. ശരിയാണ്, വാസ്തവമാണ്. ഒരു ഉദാഹരണത്തിന്, നമ്മളൊരു പ്രത്യേക കാര്യത്തെ ഓർമ്മയിൽ നിന്ന് ഓർത്തെടുക്കുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണമണിക്ക് ഒരു പ്രത്യേക ചലനം സംഭവിക്കും. അതിലേക്ക് ഞാൻ വരാം. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ഭാവനയിൽ കാണുമ്പോൾ ഒരു പ്രത്യേകത സംഭവിക്കും. അതുപോലെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ മറ്റൊരു പ്രത്യേകത സംഭവിക്കും. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ 2nd സ്റ്റാൻഡേർഡിൽ പഠിച്ചിരുന്ന ആ കാലഘട്ടത്തിലെ നിങ്ങളുടെ ക്ലാസ് റൂമിനെ കുറിച്ച് ഒന്ന് ഓർത്തു നോക്കൂ. ഇപ്പം നിങ്ങളുടെ കൃഷ്ണമണി എങ്ങോട്ടാ പോയത്? ഓർമ്മയുണ്ടോ? 2ാം ക്ലാസ്സിലെ ആ ക്ലാസ് റൂമിനെ ഒന്നുകൂടി ഓർത്ത് നോക്ക്. അതാ പോയി. ഇപ്പം എങ്ങോട്ടാ പോയത്? സാധാരണഗതിയിൽ ഇടത് ഭാഗത്ത് മുകളിലേക്ക് പോയിട്ടുണ്ടാകും അല്ലേ? അതായത് നമ്മളൊരു പ്രത്യേക കാര്യത്തെ ഓർക്കുമ്പോൾ ഇടത് ഭാഗത്ത് മുകളിലേക്കായിരിക്കും കൃഷ്ണമണികൾ പോകുന്നത്. ഇത് വലത് കൈ ഉപയോഗിച്ച് എഴുതുന്നവരിലാണ്, അല്ലെങ്കിൽ വലത് കൈ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. ഇനി വേറൊരു സാഹചര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ അന്നത്തെ ക്ലാസ് റൂം ഒന്ന് ഓർക്കുക. 2nd സ്റ്റാൻഡേർഡിലെ ക്ലാസ് റൂം ഒന്ന് ഓർക്കുക. റൈറ്റ്? ഇപ്പം നിങ്ങൾ കുറേ പേര് കൃഷ്ണമണികളെ പിടിച്ചു വെച്ചു ഇല്ലേ? നേരത്തെ ആദ്യം ഞാൻ പറഞ്ഞ സമയത്ത് 2ാം ക്ലാസ്സിലേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ പോയി. ഞാൻ കാണുന്നുണ്ട്, ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ട്, നിങ്ങളും സ്വയം അറിയുന്നുണ്ടാകും. അപ്പോൾ 2ാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോഴും അത് പോയി. പക്ഷെ 3ാമത് ഇപ്പോൾ പറഞ്ഞപ്പോൾ അത് അത്രമാത്രം പോയില്ല. കാരണം നിങ്ങൾക്ക് കാര്യം പിടികിട്ടി. ഇനി എന്നെ പറ്റിക്കാൻ നോക്കണ്ട എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. പക്ഷെ ആ ക്ലാസ് റൂം ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നു. ഇനി ചെയ്യേണ്ടത്, അവിടെ കൃത്യമായിട്ട് ഉള്ളൊരു പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടാകും. ചിലപ്പോൾ ആ കളർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ലായിരിക്കാം. ഞാൻ ഈ പറയുന്ന പെയിൻറ്റിങ് മനസ്സിൽ കാണുക. അവിടെ ഏകദേശം ഒരു യെല്ലോ കളറിൽ കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് എന്ന് സങ്കല്പിക്കുക. അതുപോലെ തന്നെ അതിൽ നല്ല ചിറകുകളുള്ള പറക്കുന്ന ഒരു തവളയെ വരച്ചിട്ടുണ്ട് എന്ന് സങ്കല്പിക്കുക. നല്ല ഭംഗിയുള്ള ഒരു നീല നിറത്തിലുള്ള തവളയെ സങ്കല്പിക്കുക. ഇപ്പോൾ നിങ്ങളുടെ കൃഷ്ണമണികൾ എങ്ങോട്ടാണ് പോയത്? ഉറപ്പായിട്ടും റൈറ്റ് സൈഡിൽ മുകളിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, നമ്മളൊരു കാര്യം ഓർമ്മയിൽ നിന്ന് എടുക്കുമ്പോൾ കൃഷ്ണമണികൾ ലെഫ്റ്റ് മുകളിലേക്ക് പോയി, ഭാവനയിൽ നിന്ന് നടന്ന സമയത്ത് റൈറ്റ് സൈഡ് മുകളിലേക്ക് പോയി. ഇനി മറ്റൊന്നിലേക്ക് വരാം. നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് നിങ്ങളുടെ ഏറ്റവും അടുത്ത 2 കൂട്ടുകാരൊക്കെയായിരുന്നു? ഇപ്പം നിങ്ങളുടെ മെജോറിറ്റിയുടെയും കൃഷ്ണമണികളൊന്ന് വട്ടം കറങ്ങി.
വട്ടം കറങ്ങി. എന്താ കാര്യമെന്ന് അറിയാമോ? നിങ്ങളൊരു ആശയക്കുഴപ്പത്തിലായി. അതായത് ആരായിരുന്നു, അയാളായിരുന്നു, ഇയാളായിരുന്നു, അത് കൂടുതൽ മറ്റേ ആളായിരുന്നില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും കൃഷ്ണമണികളൊന്ന് വട്ടം കറങ്ങി. നമ്മളിവിടെ 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന്, ഓർമ്മയിൽ നിന്ന് എടുക്കുമ്പോൾ കൃഷ്ണമണികൾ ലെഫ്റ്റ് മുകളിലേക്ക് പോകും, ഭാവനയിൽ നിന്ന് എടുക്കുമ്പോൾ റൈറ്റ് മുകളിലേക്ക് പോകും, കൺഫ്യൂഷൻ വരുന്ന സമയത്ത് കൃഷ്ണമണികൾ വട്ടം കറങ്ങും, അല്ലേ? പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, എന്താണെന്നറിയാമോ? ഇത്രയും പേര് സ്ക്രീനിൽ ഉണ്ടെങ്കിൽ പോലും, എനിക്ക് 25 പേരെ സ്ക്രീനിൽ കാണാം. ഈ 25 പേര് സ്ക്രീനിൽ ഉണ്ടെങ്കിൽ പോലും ഇവിടെ കൃഷ്ണമണികൾ വളരെ വളരെ പ്രകടമായിട്ട് ഇറങ്ങിയ ആളുകളുണ്ട്. ഞെക്കിവിട്ട സ്പ്രിങ് മാതിരി മുകളിലേക്കും വശങ്ങളിലേക്കും ഒക്കെ പോയ ആളുകളുണ്ട്. എന്നാൽ താരതമ്യേന ചലനമില്ലാതിരുന്ന ആളുകളുമുണ്ട്. മനസ്സിലായോ? ഈ ചലനമില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അല്പം പോലും ചലിച്ചിട്ടില്ല എന്നുള്ളതല്ല അർത്ഥം അതിൻ്റെ. പിന്നെയോ, നേരത്തെ മൈക്രോ എക്സ്പ്രഷൻ്റെ കാര്യം പറഞ്ഞ മാതിരി ഈ വീഡിയോസ് സൂം ചെയ്ത് നിങ്ങളുടെ കണ്ണുകളെ മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു അനക്കം ഈ പറഞ്ഞ മാതിരി ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാധ്യതയെയും ഈ പറയുന്ന സ്റ്റേജ് പെർഫോമൻസിൽ ഉപയോഗിക്കാൻ സാധ്യമല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും. ക്ലിയർ ആയോ? വളരെ കൃത്യമായിട്ട് തന്നെ ഉറപ്പിച്ച് പറയേണ്ടി വരും. ഇനി അടുത്ത പില്ലറായിട്ട് പറയുന്നത് സൈക്കോളജിയാണ്, മനഃശാസ്ത്രമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സൂപ്പർ സൈക്കോളജിസ്റ്റുകളായിട്ട് പലപ്പോഴും ഈ മെൻ്റലിസം കൈകാര്യം ചെയ്യുന്ന വ്യക്തികളെ ജനങ്ങൾ കണ്ടിരിക്കുന്നത്. അതിന് കാരണം അവർക്ക് ഈ കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൈക്കോളജിസ്റ്റിനും ഒരുപടി മുകളിലുള്ള ആളുകളാണ് എന്നുള്ള ധാരണ. 2, അതവർ പറയാതെ പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിനെ കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ എനിക്ക് സാധിക്കും, മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ പറയാതെ പറയുന്നുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം ഞാൻ പറയാം, സൈക്കോളജി ഉപയോഗപ്പെടുത്താത്ത ഏത് മേഖലയാണുള്ളത്? സൈക്കോളജി ഉപയോഗപ്പെടുത്താത്ത ഏതെങ്കിലും ഒരു മേഖല നിങ്ങൾക്ക് പറയാമോ? മനസ്സിലായോ? ഒരു ഉദാഹരണത്തിന്, നിങ്ങളുടെ വീട്ടിലെ മീൻ വിൽക്കാൻ വരുന്ന ആള് സൈക്കോളജി ഉപയോഗിക്കുന്നില്ലേ? യെസ് ഓർ നോ എന്ന് പറയാമോ, ഉദാഹരണ സഹിതം അല്ലെങ്കിൽ അനുഭവ സഹിതം പറയാമോ? വീട്ടമ്മമാരൊക്കെ കുറേ പേരുണ്ടല്ലോ, എന്ത് തോന്നുന്നു? അനുഭവങ്ങളില്ലേ നിങ്ങൾക്ക്? ഫ്രഷ് മീനാണ്, നല്ല മീനാണെന്നൊക്കെ പറയും സാർ. പിന്നെയോ പിന്നെ ചിലപ്പോൾ അവർ പറയും ഈ മീൻ ഇപ്പൊ കിട്ടാനില്ല, ഇത് ലാസ്റ്റ് ആണ്, ഇനി ആകെ 1 കിലോയെ ബാക്കിയുള്ളൂ, ലാസ്റ്റ് അവർ പറയും, അല്ലേ? പിന്നെ ചിലപ്പോൾ അവർ പറയും ഈ മീനാണ് എല്ലാവരും വാങ്ങുന്നത്, കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള ആളുകളൊക്കെ വാങ്ങുന്നത് ഈ മീനാണ്. എൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ആ മീൻ വാങ്ങിയില്ലെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഇല്ല. നമ്മൾ പറയും ലോൺ എടുത്തിട്ടായാലും കുഴപ്പമില്ല, ഇന്ന് മത്തി തന്നെ. മനസ്സിലായോ? ഇനി അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ പറയും, വീട്ടമ്മമാരോ നമ്മളൊക്കെ പറയും ചിലപ്പോൾ, മീൻ ഭയങ്കര വിലയാണല്ലോ, ഈ തീ വിലയായ മീൻ ആരാ വാങ്ങുക? അപ്പോൾ അവർ പറയും, സാർ ഓർ മാഡം അറിയില്ലേ, കടലിലൊക്കെ ഭയങ്കര മഴയാണ്, മീൻ കിട്ടാനില്ല, ഇത് തന്നെ കഷ്ടപ്പെട്ട് ആകെ ഇത്രേ കിട്ടുള്ളൂ, മീൻ വരുന്നില്ല, ലോഡ് വരുന്നില്ല എന്ന് പറയും. പിന്നെ എന്ത് ചെയ്യും? ബാർഗെയിനിങ്ങിന് നിൽക്കുമോ? വിലപേശാൻ നിൽക്കുമോ? വേഗം തന്നെ ആ പൈസ കൊടുത്ത് നമ്മളിങ്ങ് വാങ്ങാം. അതിലപ്പുറം നിങ്ങളുടെ കയ്യിൽ ഈ GPay ചെയ്യുന്ന അതേ മൊബൈലിൽ ഗൂഗിൾ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങളടുത്ത് നോക്കാറുണ്ടോ ഇന്നത്തെ മീൻ മാർക്കറ്റിലെ റേറ്റ് എത്രയാണ് എന്നുള്ളത്? അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന പോലെ കടലിൽ മഴ പെയ്തിട്ടുണ്ടോ, ഇന്ന് മീനിന്റെ വരവ് കുറവാണോ നിങ്ങൾ നോക്കാറുണ്ടോ? നോക്കില്ല. അത് അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അത് അദ്ദേഹം ഒരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ടല്ല, ആധികാരികമായിട്ടുള്ള ഒരു സൈക്കോളജി ഡിഗ്രിയും കയ്യിലുള്ളത് കൊണ്ടുമല്ല. പിന്നെയോ, സാമാന്യമായിട്ടുള്ളൊരു ബോധം ഇത് നമുക്കൊക്കെയുണ്ട്, നമുക്കൊക്കെ നന്നായിട്ടുണ്ട്, വേണ്ടയിടങ്ങളിൽ ഗംഭീരമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സാധാരണഗതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങൾ ഞാൻ ഇന്നിപ്പോൾ പറയുകയാണെങ്കിൽ ഇത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ വീടുകളിൽ കുടുംബകലഹം ഉണ്ടാവും. ഓ, ഇതായിരുന്നല്ലേ അന്ന് എന്നോട് പറഞ്ഞത്. മനസ്സിലായോ? അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ക്ലിയറായി? അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സാമാന്യ രൂപത്തിലുള്ള സൈക്കോളജി തീർച്ചയായിട്ടും അവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന്, ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി സ്റ്റേജിലേക്ക് ഓഡിയൻസിനെ വിളിക്കും. അന്നേരം ഇങ്ങനെ കൈകെട്ടി മസിൽ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ ഒരിക്കലും വിളിക്കില്ല, അയാൾ ഒഴിവാക്കും. അത് സാമാന്യമായിട്ടുള്ള ഒരു മനഃശാസ്ത്രമാണ്, അതല്ലാതെ ഒരു അക്കാഡമിക് മനഃശാസ്ത്രം പഠിച്ചിട്ടല്ല അത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ സൈക്കോളജി എന്ന് പറയുന്ന പില്ലറും ഈ പറയുന്ന അതിൻ്റെ സങ്കീർണതകളും ഒന്നും തന്നെ ഈ മെൻ്റലിസം എന്ന് പറയുന്ന ആർട്ട് ഫോമിൽ ഉപയോഗപ്പെടുത്തുന്നേയില്ല.
പിന്നെ മറ്റൊന്ന് ഹിപ്നോസിസ്. പ്രമുഖരായിട്ടുള്ള പല മെന്റലിസ്റ്റുകളും അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളും അവർ ഹിപ്നോസിസിൻ്റെ സഹായത്തോടു കൂടിയാണ് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്നും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ കാണുന്ന ഷോകളിൽ മോർ ദാൻ 95% ചില ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയോ അതല്ലെങ്കിൽ മറ്റ് ചില ടെക്നിക്കുകളോ ട്രിക്കുകളോ ഉപയോഗിച്ച് കബളിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. റിയൽ ഹിപ്നോസിസിലേക്ക് അവർ കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ്. റിയൽ ഹിപ്നോസിസിലേക്ക് എന്തുകൊണ്ടാണ് കൊണ്ടുപോകാത്തത്? നിങ്ങളിൽ എനിക്ക് തോന്നുന്നു കുറേ അധികം പേരെങ്കിലും ഹിപ്നോസിസ് പഠിച്ചിട്ടുള്ളവരാണ്. ഹിപ്നോസിസ് പഠിച്ചിരിക്കുന്ന നിങ്ങൾക്കറിയാം എല്ലാ വ്യക്തികളെയും എല്ലാ സാഹചര്യത്തിലും എല്ലാവർക്കും ഹിപ്നോസിസിന് വിധേയമാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല എന്നുള്ളത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ആർട്ടിസ്റ്റ് റാൻഡമായിട്ട് സ്റ്റേജിലേക്ക് വിളിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഹിപ്നോസിസിന് വിധേയമാക്കാൻ പറ്റിയ മാനസികാവസ്ഥ ഇല്ലാത്ത ആളാണ് എങ്കിൽ അയാളുടെ ഷോ അവിടെ പൊളിയും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ അവർ തയ്യാറാവില്ല. ഒന്ന്. പിന്നെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള വിധത്തിൽ അദ്ദേഹം നല്ല പ്രഗത്ഭനായിരിക്കാം, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിരിക്കാം. പക്ഷെ ഒരു ഹിപ്നോട്ടിസ്റ്റ് എന്നുള്ള വിധത്തിൽ അത്രയധികം ആയിക്കൊള്ളണമെന്നില്ല. ഒന്ന്. പിന്നെ റിയൽ ഹിപ്നോസിസ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ചില ഷോകളൊക്കെ കാണാറുണ്ട്. അവിടെയും അതിൻ്റെ പിന്നാമ്പുറത്തിൽ നമ്മൾ അറിയാത്ത ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതെന്തൊക്കെയാണെന്നുള്ള പിന്നാലെ പറയാം. നമ്മളറിയാത്ത ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഹിപ്നോസിസം ഒരു ഷോയുടെ ഇടയിൽ വളരെ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ സാധ്യമല്ല. പിന്നെ എന്തൊക്കെയാണ് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നത്? എന്തൊക്കെയാണ് ശരിക്കും മെൻ്റലിസത്തിൻ്റെ ശരിയായിട്ടുള്ള പില്ലറുകൾ എന്ന് പറയുന്നത്? ഒന്ന് മാജിക്, ഇന്ദ്രജാലം. അതിലൊരുപാട് സംഗതികൾ വരുന്നുണ്ട്. അത് തന്നെയാണ് മെൻ്റലിസത്തിൻ്റെയും പ്രധാന ഭാഗം എന്ന് പറയുന്നത്. പക്ഷെ അവിടെയും എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അനുഭവവും അറിവും വെച്ച് നോക്കുമ്പോൾ ആദ്യകാലത്തെ മജീഷ്യന്മാരുടെ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇന്നത്തെ മെൻ്റലിസ്റ്റുകൾക്ക്, അല്ലെങ്കിൽ ഇന്നത് കൈകാര്യം ചെയ്യുന്നവർക്ക്. കാരണം ആദ്യകാലത്തെ മജീഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ സങ്കീർണങ്ങളായിട്ടുള്ള ഉപകരണങ്ങളെ അത്രമാത്രം കാര്യക്ഷമതയോടുകൂടി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരുടെ കൃത്യമായിട്ടുള്ള പാടവം കൊണ്ട് തന്നെയാണ്. സാധനങ്ങൾ ഒളിപ്പിക്കുന്നതും ശൂന്യതയിൽ നിന്നെടുക്കുന്നുള്ള വ്യാജേന ഒളിപ്പിച്ച സാധനങ്ങൾ എടുക്കുന്നതുമൊക്കെ അത്രമാത്രം പ്രാവീണ്യം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ മാത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായോ? പക്ഷെ ഇന്ന് അത്രമാത്രം സങ്കീർണതകളൊന്നും വേണ്ട. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ മാജിക് ശരിക്കുമുള്ള ഒരു പില്ലറാണ്. പിന്നെയുള്ള മറ്റൊരു പില്ലർ എന്ന് പറഞ്ഞാൽ ടെക്നിക്സ് ആൻഡ് ട്രിക്കുകൾ, ചില തന്ത്രങ്ങളാണ്. ചില തന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ചിലതെല്ലാം നമുക്ക് പോകുന്ന വഴിക്ക് മനസ്സിലാക്കാം കേട്ടോ. ചില തന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മുന്നിലുള്ള ആൾക്കാരെ അത്ഭുതപ്പെടുത്താൻ സാധിക്കും. ടെക്നിക്കുകൾ ആൻഡ് ട്രിക്കുകൾ. അതുപോലെ തന്നെയുള്ള മറ്റൊന്നാണ് എക്യൂപ്മെൻറ്റ്സ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു മോസ്റ്റ് മോഡേൺ ഇലക്ട്രോണിക് എക്യൂപ്മെൻറ്റുകൾ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന്. മോസ്റ്റ് മോഡേൺ ഇലക്ട്രോണിക് എക്യൂപ്മെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ തരുന്ന കേവലം ഒരു പേനയായിരിക്കും. പക്ഷേ അതൊരു ഇലക്ട്രോണിക് എക്യൂപ്മെൻ്റ് ആയിരിക്കും. പേനയുടെ മുഖം മൂടി മാത്രമായിരിക്കും, അല്ലെങ്കിൽ പേനയുടെ ഷേപ്പ് മാത്രമായിരിക്കും അതിനുണ്ടാവുക. അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന കസേര, അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ തരുന്ന റൈറ്റിംഗ് പാഡ്, ഇങ്ങനെയുള്ള മോസ്റ്റ് മോഡേൺ ഇലക്ട്രോണിക് എക്യൂപ്മെൻറ്റുകൾ അവിടെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താറുണ്ട്. ഇനി അതുപോലെ മറ്റൊന്നാണ് ടീം മെമ്പേഴ്സ്. എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, മജീഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം മജീഷ്യന്മാരുടെ ടീമിൽ തന്നെ ഒരുപാട് പേര്, അവരുടെ സഹായികൾ, അതുപോലെ ഡാൻസേഴ്സ്, സാധനം എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ആളുകൾ, ഇദ്ദേഹത്തെ ചാക്കിൽ കയറ്റാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ, ഇങ്ങനെ ഒരുപാട് പേരുണ്ടാകും. പക്ഷെ മെൻ്റലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണഗതിയിൽ കാണുന്നത് ഈ പറയുന്ന ഒരൊറ്റ ആർട്ടിസ്റ്റ് തനിച്ചിങ്ങനെ ഇരുന്ന് ഷോ ചെയ്യുന്നതായിരിക്കും. പക്ഷെ അത് തെറ്റാണ്. നമുക്ക് വീഡിയോ വിട്ടുപോകുന്നവർ കട്ടായി പോവും, പിന്നെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഈ വിധത്തിലുള്ള കൂടെയുള്ള, അതായത് നമ്മൾ നേരിട്ട് കാണുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നേരിട്ട് കാണുന്നില്ല, പകരം ഒരുപക്ഷെ ഓഡിയൻസിനോടൊപ്പം ഓഡിയൻസിൻ്റെ കൂട്ടത്തിലൊരാളായിട്ട്
മെന്റലിസ്റ്റിന്റെ സഹായം ഉണ്ടാകാം. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ആർട്ടിസ്റ്റിനെ ചോദ്യം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് സഹായം ഉണ്ടാകാം. ചോദ്യം ചെയ്യുമ്പോഴേക്കും എന്നാൽ താനും കയറിപ്പോരെന്ന് പറയും. മനസ്സിലായോ? അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്ന ഒരാളായിട്ട് ഈ സഹായം ഉണ്ടാകാം. അതല്ലെങ്കിൽ വെറുതെ അവിടെ ഇങ്ങനെ മൊബൈലും കുത്തിയിരിക്കുന്ന ഒരാളായിട്ട് ഈ സഹായം ഉണ്ടാകാം. മനസ്സിലായോ? പക്ഷേ എല്ലാ ഷോയ്ക്കും എല്ലാ ഐറ്റംസിനും ഇതുപോലെ സഹായികൾ വേണമെന്നല്ല പറയുന്നത്. അതുപോലെ എല്ലാ ഷോകൾക്കും പിന്നിൽ ഇതെല്ലാം ഒന്നിച്ച് വേണമെന്നല്ല പറയുന്നത്. ചിലതിൽ ടെക്നിക്കുകളും ട്രിക്കുകളും മാത്രമായിരിക്കാം, ചിലതിൽ എക്യുപ്മെന്റ് മാത്രമായിരിക്കാം, ചിലപ്പോൾ ടീം മെമ്പേഴ്സ് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സമന്വയമായിരിക്കാം. അതുപോലെ തന്നെ ഉപയോഗിക്കും. ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ ചില കെമിക്കൽസ് ഉപയോഗപ്പെടുത്തും. ചില കെമിക്കൽസ് അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് ഈ ടീം മെമ്പേഴ്സിൻ്റെ വളരെ രസകരമായിട്ടുള്ളൊരു കഥയുണ്ട്. കഥയല്ല, സംഭവമാണ്. പണ്ട് കാലത്ത് വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു മജീഷ്യനായിരുന്നു, അല്ലെങ്കിൽ മാന്ത്രികനായിരുന്നു ശ്രീ വാഴക്കുന്നം നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ എന്താ സംഗതി എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ ഈ വാഴക്കുന്നം നമ്പൂതിരിപ്പാട് ട്രെയിനിലിങ്ങനെ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് TT ഇദ്ദേഹത്തിൻ്റെ ടിക്കറ്റ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നോക്കുന്ന സമയത്ത് ടിക്കറ്റ് കാണുന്നില്ല. ടിക്കറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. അപ്പോൾ TT ഇദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടു. ആ സമയത്ത് ഈ വാഴക്കുന്നം നമ്പൂതിരിപ്പാട് TTയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഈ കമ്പാർട്ട്മെൻറ്റിലെ മറ്റുള്ള ആളുകളോട് ടിക്കറ്റ് പരിശോധിക്കൂ. അവരെല്ലാം ടിക്കറ്റ് പരിശോധിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ എൻ്റെ ടിക്കറ്റ് എടുത്ത് വെക്കാം, നോക്കിയെടുത്ത് വെക്കാമെന്ന് പറഞ്ഞു. TT സമ്മതിച്ചു. പക്ഷേ TT പിന്നെ ഓരോ ആളുകളോട് ചോദിക്കുമ്പോഴും അവർ പേഴ്സ് എടുത്ത് നോക്കുന്നുണ്ട്, പക്ഷെ അവരുടെ ടിക്കറ്റ് കാണുന്നില്ല. എല്ലാവരും ടിക്കറ്റ് അപ്രത്യക്ഷമായി. അപ്പം സ്വാഭാവികമായിട്ടും ഈ ചത്തത് ഭഗനെങ്കിൽ കൊന്നത് മറ്റേ ആളാണ്, അത് തിരിച്ചോ ആരോ ആണെന്ന് പറയാറില്ലേ? അത് അപ്രത്യക്ഷമായെങ്കിൽ, ആരുടെയും ടിക്കറ്റ് കാണുന്നില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും വാഴക്കുന്നം നമ്പൂതിരിപ്പാടെന്ന് പറയുന്ന ഈ മഹാമാന്ത്രികൻ അപ്രത്യക്ഷമാക്കി എന്നുള്ള ഒരു ശ്രുതി അങ്ങ് പരന്നു. പക്ഷെ TTക്ക് ദേഷ്യം വന്നു. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അടുത്ത സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തി അവരുടെ ഹയർ ഓഫീഷ്യൽസിനെ വിളിച്ചിട്ട് വന്ന് പറഞ്ഞു, ഈ ബോഗിയിൽ ആരും ടിക്കറ്റ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ ബഹളമാക്കി. അങ്ങനെ ഹയർ ഓഫീഷ്യൽസ് വന്നപ്പോൾ വാഴക്കുന്നം നമ്പൂതിരിപ്പാട് അവരോട് പറഞ്ഞു, ഈ TT കളവ് പറയുകയാണ്, ഞങ്ങളെല്ലാവരും ടിക്കറ്റ് എടുത്ത ആളുകൾ തന്നെയാണ്. മാത്രമല്ല എല്ലാവരും ടിക്കറ്റ് ഇദ്ദേഹത്തെ കാണിച്ചിട്ടുണ്ട്. മാത്രവുമല്ല എല്ലാവരുടെയും ടിക്കറ്റ് അദ്ദേഹം വാങ്ങി അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് പരിശോധിച്ചാൽ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താം എന്ന് TTയോട് വാഴക്കുന്നം നമ്പൂതിരിപ്പാട് പറഞ്ഞു. അപ്പോൾ TTയോടല്ല, TTയുടെ ഹയർ ഓഫീഷ്യൽസിനോട് വാഴക്കുന്നം നമ്പൂതിരിപ്പാട് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പ്രകാരം ഈ ഹയർ ഓഫീഷ്യൽസ് TTയുടെ പോക്കറ്റ്, TT നിഷേധിക്കുന്നുണ്ട്, എല്ലാം എൻ്റെ പോക്കറ്റിൽ ആരുടെയും ടിക്കറ്റ് ഒന്നുമില്ല, ഞാൻ ആരും ടിക്കറ്റ് എന്നെ കാണിച്ചിട്ടില്ല, ഇതെല്ലാം നിഷേധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഹയർ ഓഫീഷ്യൽസിൽപ്പെട്ടവർ ഈ TTയുടെ പോക്കറ്റിൽ കൈയിട്ട് നോക്കുമ്പോൾ ഈ ടിക്കറ്റിൽ ഈ യാത്രികരുടെ എല്ലാം ടിക്കറ്റ് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ തന്നെയുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതന്ന് വളരെ പ്രചാരം നേടിയ ഒരു കഥയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ധരിച്ചിരിക്കുന്ന എന്താ, അല്ലെങ്കിൽ ഈ കഥ കേട്ടിരിക്കുന്നവരെല്ലാം ധരിച്ചിരിക്കുന്നത് എന്താ, ഈ യാത്രക്കാരുടെ എല്ലാം കൈവശമുണ്ടായിരുന്ന ടിക്കറ്റ് വാഴക്കുന്നം നമ്പൂതിരിപ്പാടെന്ന് പറയുന്ന മഹാമാന്ത്രികൻ അപ്രത്യക്ഷമാക്കി എന്നുള്ളതാണ്, അല്ലേ? പക്ഷെ അതിൻ്റെ വാസ്തവം എന്താണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറം എന്താണെന്ന് പറഞ്ഞാൽ, വാസ്തവത്തിൽ ഈ വാഴക്കുന്നം നമ്പൂതിരിപ്പാടും അദ്ദേഹത്തിൻ്റെ ടീം മെമ്പേഴ്സുമായിട്ട് എവിടെയോ ഷോ കഴിഞ്ഞ് ഒന്നിച്ച് മടങ്ങി വരുന്ന സാഹചര്യമാണിത്. മനസ്സിലായോ? അതായത് ആ ബോഗിയിൽ ഉണ്ടായിരുന്നതെല്ലാം ഇദ്ദേഹത്തിൻ്റെ ക്രൂ ആയിരുന്നു, ഇദ്ദേഹത്തിൻ്റെ ടീം മെമ്പേഴ്സ് ആയിരുന്നു. അവർ ചെയ്ത ഒരു ഷോ ആയിരുന്നു അവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അതേക്കുറിച്ച് പുറമേയുള്ളവരാരും അറിയുന്നില്ല. അവരെല്ലാം ധരിച്ചിരിക്കുന്നത് ഇദ്ദേഹം എന്തോ ഒരു മാന്ത്രിക പ്രകടനം നടത്തി, മാന്ത്രിക പ്രവൃത്തി നടത്തിയിട്ട് ടിക്കറ്റുകൾ അപ്രത്യക്ഷമാക്കിയതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ടീം മെമ്പേഴ്സിനെയും വളരെ ഭംഗിയായിട്ട്, വളരെ കാര്യക്ഷമമായിട്ട് തന്നെ ഈ ഒരു കലാരൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള മറ്റൊന്നാണ് പെർഫോമൻസ്, പ്രകടനം. അതായത് പെർഫോം ചെയ്യാനുള്ള, അവതരിപ്പിക്കാനുള്ള കഴിവ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒരു പാട്ട് ഒരു സാധാരണ വ്യക്തിക്കും പാടാം, ഒരു പ്രൊഫഷണൽ സിംഗർക്കും പ്രൊഫഷണൽ ആർട്ടിസ്റ്റിനും പാടാം, അല്ലേ? തമ്മിൽ എന്താ വ്യത്യാസം? പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ, പരിശീലനം സിദ്ധിച്ച ഒരാൾ പാടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ശ്രവണ സുഖം വളരെ കൂടുതലായിരിക്കും. നൃത്തമായാലും എന്ത് ഒരു കലാരൂപമായാലും അതുപോലെ തന്നെ. അപ്പോൾ പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു കഴിവ് തീർച്ചയായിട്ടും ആർട്ടിസ്റ്റിന് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കിയതിൽ എന്തൊക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെല്ലാം കഴിവുകൾ ഉണ്ട് എങ്കിൽ
നമുക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് ആകാം, അല്ലെങ്കിൽ എന്തെല്ലാം നമ്മൾ ശരിക്കും അറിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് ആകാമെന്ന് പറയാമോ? ഒന്ന് മാജിക്കിലെ ചില ടെക്നിക്കുകളും ട്രിക്കുകളും. മറ്റൊന്ന് പൊതുവിലുള്ള ചില ടെക്നിക്കുകളും ട്രിക്കുകളും. അതുപോലെ ചില എക്യുപ്മെൻറ്റുകൾ, അവയെ കൃത്യമായിട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള അറിവ്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യമെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ടീം മെമ്പേഴ്സ്, എല്ലാ സാഹചര്യങ്ങളിലും വേണ്ട, പിന്നെ ഇതിനെല്ലാം അപ്പുറമായിട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടത് പെർഫോമൻസ്, അവതരണ ശൈലി എന്നുള്ള ഒരു കഴിവ്. ഇത്രയും കാര്യങ്ങൾ നമുക്കുണ്ട് എങ്കിൽ നമുക്കും ഈ ഷോ അല്ലെങ്കിൽ ഈ ഒരു കല അഭ്യസിക്കാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതല്ലാതെ ഈ പറയുന്ന മാതിരി മൈക്രോ എക്സ്പ്രഷനും ബോഡി ലാംഗ്വേജും പീപ്പിളോമെട്രിയും ഇങ്ങനെയൊക്കെ പറയുന്ന സങ്കീർണമായിട്ടുള്ള ഒന്നും തന്നെ ഈ കലാരൂപത്തിന് അല്ലെങ്കിൽ അതിൻ്റെ അവതരണത്തിന് ഒരു സാധാരണ വ്യക്തിക്ക് ആവശ്യമില്ല എന്നുള്ളത് ഉറപ്പിച്ചു തന്നെ പറയാം. മറ്റെന്തെങ്കിലും സംശയങ്ങളോ ആശയക്കുഴപ്പങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ അറിയണമെന്ന് തോന്നുന്നുണ്ടോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിലെ? ഉണ്ടോ? ഉണ്ട്. പറയൂ. ഇപ്പൊ നമ്മളെ ആക്രമിക്കാൻ ഒരാൾ വരാണെങ്കിൽ ഓടി രക്ഷപ്പെടാം. നമുക്ക് എങ്ങനെ അത് അവരെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഇപ്പൊ ഒരു ആന മതം പൊട്ടി വരാണ് നമ്മുടെ നേർക്ക് വരാണ്, ചിലവര് കണ്ടിട്ടുണ്ട് ചൂണ്ടുവിരലിൽ നിർത്തണ കണ്ടിട്ടുണ്ട് ഈ ആനകളെയൊക്കെ. അല്ലെങ്കിൽ ഈ പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ ഉറക്കി കിടത്തണ കാണാം. അതൊക്കെ എങ്ങനെയാണ്? ഇത് ഒന്നും ഈ പറയുന്ന കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. മനസ്സിലായോ? നോക്കൂ, കേരളത്തില് എത്രയോ പ്രാവശ്യം ഈ പറഞ്ഞ മാതിരി ആന ഇടഞ്ഞിട്ടുണ്ട്. എവിടെയൊക്കെ ചൂണ്ടുവിരൽ നിർത്തിയെന്നൊന്ന് പറയാമോ? ഇതിലെവിടെയൊക്കെയാണ് ചൂണ്ടുവിരൽ ആനയെ നിർത്തിയിട്ടുള്ളത്? പണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ പറയൂ. ഇപ്പില്ല, പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ നിർത്താൻ പറ്റിയിട്ടുണ്ട്. പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാത്രമല്ല ഞാൻ വായിച്ചിട്ടുമുണ്ട്. പക്ഷെ അത് ബാലമംഗളത്തിലാണെന്നുള്ളതേ ഉള്ളൂ. പക്ഷികളെ ഇങ്ങനെ ഉറക്കി കിടത്തണ കാണാം, പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ ഉറക്കി കിടത്തുന്ന ചില വീഡിയോകളിൽ കാണാറുണ്ട്. വാസ്തവത്തിൽ അത് ഹിപ്നോസിസ് അല്ല, മറിച്ച് ചില പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ ചില പ്രത്യേക ഭാഗങ്ങളിൽ ഒന്ന് അമർത്തി വെച്ചാൽ അവയ്ക്ക് താൽക്കാലികമായിട്ടൊരു മയക്കം സംഭവിക്കും. അത് പക്ഷികളെയും മൈക്കുകൾ മ്യൂട്ട് ചെയ്യട്ടോ. പക്ഷികളെയും മൃഗങ്ങളെയും മാത്രമല്ല മനുഷ്യരിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ചില അപകടകരമായിട്ടുള്ള ഗെയിമുകളുടെയൊക്കെ രൂപത്തിൽ ഈ അടുത്ത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അതല്ലാതെ അതും ഹിപ്നോസിസ് ഒന്നുമില്ല. പക്ഷെ ഹിപ്നോസിസിന്റെ മേമ്പൊടി മാത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. നമ്മൾ മെഡിറ്റേഷൻ ഉണ്ടല്ലോ സാറേ, മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുമ്പോൾ മറ്റേ നമ്മളൊരു സൂപ്പർ പവറിലേക്ക് മെഡിറ്റേഷൻ എത്തുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഈ വിഷ്വൽസ് കിട്ടാനുള്ള ചാൻസുകളുണ്ട്. മെഡിറ്റേഷനിൽ സൂപ്പർ പവർ കിട്ടിയാൽ നമുക്ക് ഇങ്ങനെ കുറച്ച് ഐഡിയാസ്, മീൻസ് ഇങ്ങനെ ആൾക്കാരെ മനസ്സിലാക്കാനും കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. നോക്കൂ, അങ്ങനെ ഒരു പവർ അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അതിനൊന്നും നിൽക്കില്ല. ഒരു സമയത്ത് ഈ ഗോട്ടികളിയൊക്കെ താങ്കൾക്ക് ഇഷ്ടമായിരുന്നില്ലേ? അല്ലെങ്കിൽ അങ്ങനെയുള്ള കളികൾ ഇഷ്ടമായിരുന്നില്ലേ? ആയിരുന്നോ? ഇപ്പൊ ആരെങ്കിലും അതിനെ വിളിച്ചിട്ടുണ്ടെങ്കിലോ? പോവില്ല. ഒരു 100 രൂപ തരാമെന്ന് പറഞ്ഞാലോ? പോവില്ല. എന്തുകൊണ്ടാ പോവാത്തത്? കഴിഞ്ഞു പോയി. അതായത് നമുക്ക് കുറച്ച് തിരിച്ചറിവ് വന്നതാണ് അല്ലേ? പണ്ട് ആ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ ഒരു മിഠായി വാങ്ങിത്തരാമെന്ന് പറഞ്ഞാൽ തന്നെ പോകും, അല്ലെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ ഒരു മിഠായി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ പോകും. പക്ഷെ ഇപ്പോൾ നമ്മൾ പോവില്ല. കാരണം എന്താ? നമുക്ക് തിരിച്ചറിവ് വന്നത് കൊണ്ടാണ്. അതിനൊന്നും പോയി കളയേണ്ടതല്ല നമ്മുടെ സമയം. നമ്മുടെ സമയത്തിനും അധ്വാനത്തിനുമൊക്കെ അതിനേക്കാളൊക്കെ മൂല്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ ഈ മെഡിറ്റേറ്റ് ചെയ്യുന്ന വ്യക്തികളിൽ ശരിക്കും റിയൽ മെഡിറ്റേഷൻ ആണെങ്കിൽ ധാരാളം തിരിച്ചറിവുകൾ വരേണ്ടതുണ്ടാകും. അത് വന്നു കഴിഞ്ഞാൽ അവരും ഈ പറയുന്ന മാതിരിയുള്ള ഒരു പ്രകടനത്തിനും നിൽക്കത്തില്ല. അത്രയേ ഉള്ളൂ. ഞാൻ ഒരു സംഗതി ഒന്ന് നോക്കട്ടെ എന്നല്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എൻ്റെ ക്യാമറ ഒന്ന് ക്രമീകരിക്കട്ടെ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഒരല്പം സമയം ചോദിച്ചത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ എത്ര ഡെക്ക് കാർഡ് കാണുന്നുണ്ട്? 1, 2 ഡെക്ക് കാർഡ് കാണുന്നില്ലേ? ഒരെണ്ണം ഞാൻ ഇവിടെ വേറെ വെച്ചിട്ടുണ്ട്, അതും കാണുന്നുണ്ടാകും അല്ലേ? ആരെങ്കിലും ഒരാൾ എന്നോടൊപ്പം ഒന്ന് ജോയിൻ ചെയ്യൂ. കരീം. ഓക്കെ. താങ്കൾ ഇത് കണ്ടിട്ടില്ലല്ലോ? ഇല്ല സാർ. ശരി, അപ്പൊ നമുക്ക് നോക്കാം.
ഇവിടെ ഞാൻ 2 സെറ്റ് കാർഡ് വെച്ചിട്ടുണ്ട്, കണ്ടോ? 1, 2. ഇതിനെ നമുക്ക് എ എന്ന് പറയാം, ഇതിനെ നമുക്ക് ബി എന്നും പറയാം. ഓക്കെ, ഞാൻ താങ്കളോട് ഏതെങ്കിലും ഒന്ന് മനസ്സുകൊണ്ട് ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ താങ്കൾ ഏതെങ്കിലും ഒരു സെറ്റ് ചൂസ് ചെയ്യും അല്ലേ? ഏതാന്ന് എന്നോട് പറയണ്ട. ഒന്നുകിൽ എ ചൂസ് ചെയ്യും, അല്ലെങ്കിൽ ബി ചൂസ് ചെയ്യും, റൈറ്റ്? ഒന്നുകിൽ ഇതായിരിക്കും ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതായിരിക്കും ചൂസ് ചെയ്യുക. ശരിയല്ലേ? നമുക്കിവിടെ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ കുറേ പരിമിതികളുണ്ട്. ഞാൻ എൻ്റെ ഒരു കയ്യിലാണ് ഞാൻ ക്യാമറ കുത്തനെ പിടിച്ചിരിക്കുന്നത്. കുറേ പരിമിതികളുണ്ട്, എന്നാലും അറിയില്ല. ഞാൻ ഇവിടെ ഒരു പ്രഡിക്ഷൻ വെച്ചിട്ടുണ്ട്, കണ്ടോ? പ്രഡിക്ഷൻ വെച്ചിട്ടുണ്ട്, റൈറ്റ്? താങ്കളോട് ഞാൻ ചോദിക്കുകയാണ്, ഇതിൽ ഏതോ ഒരെണ്ണം ഇപ്പൊ താങ്കൾ പിക്ക് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? ഇത് ഇപ്പോ എനിക്കറിയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇല്ല. ഒരു മാർഗമില്ല, കാരണം താങ്കളുടെ മനസ്സിൽ മാത്രമാണ് അത് അവിടെ ഉള്ളത്, അല്ലേ? തീർച്ചയായിട്ടും. ശരി, ഞാൻ എൻ്റെ ഒരു ഊഹം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഞാൻ താങ്കളോട് ഒന്നുകൂടി ചോദിക്കുകയാണ്, താങ്കൾക്ക് ആ ഒരു സെലക്ഷൻ ഒന്നും ചേഞ്ച് ചെയ്യണമെന്നുണ്ടോ, മാറ്റണമെന്നുണ്ടോ? വേണ്ട സാർ, വേണ്ട. ഉറപ്പിച്ചു അല്ലേ? അപ്പോ താങ്കൾ ഒന്നുകിൽ ഇത് ചൂസ് ചെയ്തിട്ടുണ്ടാവും, ഇത് ചൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ താങ്കൾ ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് അല്ലേ? എന്റെ പ്രഡിക്ഷൻ ഞാൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇനി പറയൂ, താങ്കൾ ഏതാണ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്? ഇതാണോ? ഇപ്പൊ നോക്ക്, നമ്മൾ ഡയറക്റ്റ് ആണ്, ഫേസ് ടു ഫേസ് ആണെങ്കിൽ ഞാൻ അത് എടുക്കാൻ പറയും കേട്ടോ. പക്ഷെ ഇപ്പൊ താങ്കൾ ഏതാണ്? ഇതാണോ? ഇതാണോ? അതെ. ഇത് തന്നെയാണല്ലോ, ഇതല്ലല്ലോ? ഇതാണ്. ഇത് തന്നെയാണ് താങ്കൾ ചൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇത് തന്നെയാണ് താങ്കൾ ചൂസ് ചെയ്തിരിക്കുന്നത് എന്ന് എനിക്ക് നേരത്തെ അറിയാൻ ഒരു മാർഗം ഉണ്ടായില്ലല്ലോ. ഇല്ല. പക്ഷെ ഞാൻ ഇവിടെ ഒരു പ്രഡിക്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് വായിക്കാമോ? You will only choose set of 7. Set of 7. You will choose a set of 7. ഇതാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം, ഇത് സെറ്റ് ഓഫ് 7 ആണോ എന്ന് നമുക്ക് നോക്കാം. ആണോ? എല്ലാം 7 ആണ്, കണ്ടോ? ബട്ട് ഇതിൽ നോക്കൂ, ഇതിലൊരൊറ്റ 7 പോലും ഇല്ല. ശരിയല്ലേ? ശരി, അവിടെ ഇരിക്കട്ടെ. ഇനി അറിയുന്നവര് പറയണ്ട, അറിയാത്തവര് ഇപ്പൊ താങ്കൾക്ക് പറയാം. താങ്കൾക്ക് അറിയില്ലല്ലോ ഇതെന്താന്നുള്ളത്? ഇല്ല. ശരി, താങ്കൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അല്ലേ? പക്ഷേ താങ്കൾ ഇത് തന്നെ ചൂസ് ചെയ്യും എന്ന് നേരത്തെ എനിക്കറിയാൻ ഒരു മാർഗവും ഇല്ലാതിരുന്നു. മാത്രമല്ല, താങ്കളോട് ഞാൻ ആ പ്രഡിക്ഷൻ വെച്ചതിന് ശേഷവും ചോദിച്ചു, മാറ്റുന്നുണ്ടോ, ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ മാറ്റിയാലും പെട്ടു, ഇല്ലേ? തീർച്ചയായിട്ടും. സപ്പോസ് താങ്കൾ ഈ സെറ്റ് ആയിരുന്നു എടുത്തിരുന്നത് എങ്കിൽ എന്ത് പറ്റുമായിരുന്നു? ഈ പ്രഡിക്ഷൻ തെറ്റുമായിരുന്നു അല്ലേ? സാധാരണഗതിയിൽ മെന്റലിസം ഷോകളിൽ പറയാറുണ്ട്, ഈ പ്രഡിക്ഷൻസ് ഒക്കെ 50-50 ചാൻസ് മാത്രമാണുള്ളത്, അല്ലെങ്കിൽ 60-40 ചാൻസ് മാത്രമാണുള്ളത്. തെറ്റാം, കാരണം നിങ്ങളുടെ മനസ്സിനെയാണ് ഞാൻ റീഡ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇന്ന് വരെ ഏതെങ്കിലും ഒരു ഷോയില് തെറ്റിയതായിട്ട് അറിയാമോ? കേട്ടിട്ടുണ്ടോ? ഒരു ഷോയിലും തെറ്റിയിട്ടില്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞു ഇതായിരുന്നു താങ്കൾ ചൂസ് ചെയ്തിരുന്നെങ്കിൽ തെറ്റുമായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? പക്ഷെ തെറ്റില്ല. എന്താന്ന് പറഞ്ഞാൽ പ്രഡിക്ഷൻ ഇല്ലില്ല, പ്രഡിക്ഷൻ ഇത് തന്നെയാണ്, ചതിയിൽ വഞ്ചനയില്ല. പ്രഡിക്ഷൻ ഇത് തന്നെയാണ്. അതിലേക്കാണ് ഞാൻ വരുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ? യെസ്, ഇത് 7 തന്നെയാണ്. 1, 2, 3, 4, 7. ബട്ട് ഇതാണ് 4 കാർഡേ ഉള്ളൂ. അപ്പൊ ഈ കാർഡിന്റെ ഈ ഭാഗം ഞാൻ കാണിക്കില്ല. മനസ്സിലായോ? അപ്പോ എന്റെ പ്രഡിക്ഷൻ തെറ്റാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഒരിക്കലും. അതുപോലെ തന്നെ മറ്റൊരു വിധത്തിൽ ഞാൻ അവിടെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഞാൻ താങ്കളോട് ചോദിച്ചു, താങ്കൾക്ക് ഒരുപാട് ചാൻസസ് ഉണ്ടായിരുന്നു ചൂസ് ചെയ്യാൻ, ശരിയല്ലേ? എന്ത് തീർച്ചയായിട്ടും? തീർച്ചയായിട്ടും ഇല്ല, ആകെ 2 ചാൻസ് ഉണ്ടായിരുന്നു. മനസ്സിലായോ? വാസ്തവത്തിൽ ആകെ 2 ചാൻസേ ഉണ്ടായിരുന്നുള്ളൂ, 2 ഓപ്ഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു വരുത്തി തീർത്തതാ എന്ത്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ ഞാൻ വാസ്തവത്തിൽ അവിടെ പറഞ്ഞ് ഫലിപ്പിക്കുക മാത്രം ആയിരുന്നു ചെയ്തത്. എന്ത്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. വാസ്തവത്തിൽ ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഉണ്ടായില്ല, ആകെ ഉണ്ടായിരുന്നത് 2 ഓപ്ഷൻസ് മാത്രമാണ്. പക്ഷെ പറഞ്ഞ്
ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അത്രയും മറ്റൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ, കുറേയധികം ടെക്നിക്കുകളും ട്രിക്കുകളും വെച്ചുകൊണ്ടാണ്. പക്ഷെ നമുക്കിതിനെ ഏതെല്ലാം വിധത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. താങ്കളുടെ മനസ്സിനെ ഞാൻ ആദ്യമേ റീഡ് ചെയ്തു എന്ന് പറയാം, അല്ലേ? അല്ലെങ്കിൽ എനിക്ക് പറയാം, മേ ബി ഇന്ന കളർ ഷർട്ടാണ് ഇട്ടിരുന്നത്, അതുകൊണ്ട് അങ്ങനെ കളർ ഷർട്ട് ഇടുന്നവരുടെ മാനസികാവസ്ഥ ഇങ്ങനെ ഒരു പാറ്റേണിലേ വരുള്ളൂ, ആ പാറ്റേൺ ഉള്ളവര് ലെഫ്റ്റ് സൈഡിലിരിക്കുന്നത് മാത്രമേ ചൂസ് ചെയ്യുള്ളൂ, അവരത് മാറ്റില്ല. ഇതൊക്കെ വേണമെങ്കിൽ എനിക്ക് ക്ലെയിം ചെയ്യാം. പക്ഷെ ഇതൊന്നുമല്ല, ഇത് ടെക്നിക്കുകൾ മാത്രമാണ്, ട്രിക്ക് മാത്രമാണ്. നമ്മൾ കാണുന്ന എല്ലാ മെന്റലിസം ഷോകൾക്ക് പിന്നിലും അല്ലെങ്കിൽ എല്ലാ അത്ഭുതങ്ങൾക്ക് പിന്നിലും ഇതുപോലുള്ള ടെക്നിക്കുകളും ട്രിക്കുകളും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കി ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട്, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ലേ ഈ മെന്റലിസം എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം എന്ന് പറയുന്നത് സങ്കീർണമായിട്ടുള്ള മനഃശാസ്ത്ര തത്വങ്ങളോ അമാനുഷികമായിട്ടുള്ള കഴിവുകളോ സിദ്ധികളോ അല്ലെങ്കിൽ അതീന്ദ്രിയമായിട്ടുള്ള മറ്റ് കഴിവുകളോ ഒന്നും തന്നെ അതിലില്ല, അതിൻ്റെ ആവശ്യവുമില്ല എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? എത്രയേ ഉള്ളൂ. അത് ചില എക്യുപ്മെൻറ്റുകൾ, കെമിക്കലുകൾ, അതുപോലെ ചില ടെക്നിക്കുകൾ, ട്രിക്കുകൾ, ഇതെല്ലാം വെച്ച് ചെയ്യുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ രസകരമായിട്ടുള്ള ഒരു കലാരൂപം മാത്രമാണ് മെൻ്റലിസം. അപ്പം ഞാനിനി മെൻ്റൽ മാജിക്സ് എന്ന് ഞാൻ വിളിക്കുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. പലരും ധരിച്ചിരിക്കുന്നത് ഇങ്ങനെ അയൽക്കാരൻ്റെ മനസ്സ് വായിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കൂടെയുള്ള ആളുടെ മനസ്സിനെ റീഡ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയോ ആണിതിലെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. ആ തെറ്റിദ്ധാരണ ഞാനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന് വെച്ചിട്ടാണ് മെൻ്റൽ മാജിക്സ് എന്നുള്ള പേര് ഞാനതിൽ സ്വീകരിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇനി ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് വരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കലാരൂപം പഠിക്കണം എന്ന് ഉണ്ട് എങ്കിൽ 4 വെബിനാറുകളിലായിട്ട്, ഇതുപോലെ നമ്മളിപ്പോൾ ഇരിക്കുന്നത് പോലെയുള്ള 4 വെബിനാറുകളിലായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. 1.5 മണിക്കൂറുള്ള 4 സെഷൻസ്. അതിൻ്റെ റെക്കോർഡ്സും ഒരു ഷോർട്ട് ടൈം പീരീഡിൽ, അഥവാ നിങ്ങൾക്കൊരു ക്ലാസ് മിസ്സായി പോയാൽ അല്ലെങ്കിൽ സപ്പോസ് ഒന്നുകൂടി കാണണമെന്ന് തോന്നിയാൽ കാണാൻ പറ്റുന്ന വിധത്തിൽ റെക്കോർഡിങ്സും അവൈലബിൾ ആയിട്ട്, പരിധി വെച്ചിട്ടുള്ള റെക്കോർഡിംഗ് ആണ് കേട്ടോ, ലൈഫ് ലോങ് അല്ല, ഒരു പരിധി വെച്ചിട്ടുള്ള റെക്കോർഡിംഗ് അടക്കം നിങ്ങൾക്കതിൽ പങ്കെടുക്കാം. പിന്നെ അതിൽ ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പലതും മെജോറിറ്റിയും ടെക്നിക്കുകളും ട്രിക്കുകളും മാത്രം മതിയാവും. അതുപോലെ ചില എക്യുപ്മെൻറ്റുകളെല്ലാം നമുക്ക് ഒരു ചിലവുമില്ലാതെ നമുക്ക് സ്വയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ധാരാളം കാര്യങ്ങൾ അതിലുണ്ട്. പിന്നെ ഇതിനെല്ലാം അപ്പുറം നമുക്ക് ഇതൊരു പെർഫോമൻസ് വൈസിൽ നമ്മൾ എടുത്താലും ഇല്ലെങ്കിലും ശരി, അസാധാരണമായ അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി ഒരുപാട് അത്ഭുതങ്ങളുടെ ചുരുളുകൾ നമുക്ക് തീർച്ചയായിട്ടും അവിടെ അഴിഞ്ഞു കിട്ടും. മാത്രമല്ല ഇതിനൊക്കെ അപ്പുറം നമ്മുടെ കൂട്ടുകാരെ അത്ഭുതപ്പെടുത്താനും അതുപോലെ നിങ്ങളുടെ അതാത് മേഖലകളിൽ വളരെ ഗംഭീരമായിട്ട് പ്രകടനങ്ങൾ നടത്താനുമെല്ലാം തീർച്ചയായിട്ടും മെൻ്റലിസം വളരെ അത്ഭുതകരമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും രജിസ്ട്രേഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ നമ്പർ ഇവിടെ തരാം, 7736298611. 8611. ഇനി മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു ചെറിയ സംശയം സാറേ, ഇതിന് സർട്ടിഫിക്കറ്റ് സാറേ? പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമെങ്കിൽ തരാം. ശരി, അപ്പോ തൽക്കാലം നമുക്ക് പിരിയാം. ഇത്രയും സമയം വളരെ ക്ഷമയോടുകൂടി കേട്ടിരുന്നതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വേദിയിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം അശോക് നാരായൺ. ബൈ ബൈ. താങ്ക് യു. താങ്ക് യു. ഗുഡ് നൈറ്റ് സർ. Good night, sir. Good night.